വളരെ ഇഷ്ടമുള്ള വാക്കാണ്. തസ്മൈ ശ്രീ ഗുരവേ നമഃ. 9 എന്നുള്ള അർത്ഥത്തിലായാലും പുതിയത് എന്നുള്ള അർത്ഥത്തിലായാലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ് നടന്നുവരുന്ന വിഷയമായി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിസ്മയകരമായ ആകസ്മികത. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വാക്കുകളും കൂടി കൂട്ടി പല കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഉണ്ടാവും. അതാണ് എന്നെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വർഷത്തെ ചെറുകോൽപ്പുഴയിൽ സംസാരിക്കുന്ന വിഷയം. 2018 അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കടന്നാൽ, അത് കഴിഞ്ഞ് കോവിഡ് മഹാമാരി, വീണ്ടെടുക്കുന്ന നവഭാരതം, ഇങ്ങനെയുള്ള വളരെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും 3 അല്ലെങ്കിൽ 4 നമ്മുടെ പൂർവികരെ ആരംഭിച്ച ആദ്യത്തെ വാക്കിനെ തന്നെ നമുക്ക് ഒരുപാട് തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ ആദ്യത്തെ വാക്ക് ഗുരുത്വം നേതൃത്വത്തിൽ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ പേരിൽ നടന്നു വരുന്ന ഈ സമ്മേളനം ലോകത്ത് ഏറ്റവും ഒരു മുടക്കവും കൂടാതെ ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. സങ്കല്പമാണ് ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹം തന്നെയാണ്. വെയിറ്റ്, ആകർഷണം, ഗുരുത്വാകർഷണം നമ്മൾ പറയാറുണ്ട് ഭൂമിക്ക്. പ്രധാനമായിട്ടും ഘനമേറിയ വാക്കാണ്, ലോകത്തെ ഏറ്റവും മനോഹരമായ വാക്കാണ്, ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ ഉദാത്തമായ സങ്കല്പമാണ്. പക്ഷേ വലിയൊരു വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ വളരെ പ്രയാസം. അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്? ശങ്കര ഭഗവത്പാദരോട് പ്രധാനമായിട്ട് നമുക്ക് ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ഒന്നും നമ്മൾ എന്ന് പറഞ്ഞു ബഹുമാനിക്കുകയോ വാക്കുകൾ കൊണ്ട് നിവർത്തിക്കാൻ വന്ദിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനസ്സ് മടങ്ങിയതുമായിട്ടുള്ള അത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അതിന്റെ ചില അനുഭവങ്ങൾ നമ്മൾ ഓരോ ദിവസമുള്ള പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നമ്മൾ അതിനെ കുരുത്തം എന്ന് പറയാറുണ്ട്. ആരെയും എന്തും പറയുകയും വളരെ രസകരമായിട്ട് ഏത് രീതിയിൽ അവരെയൊക്കെ അപഹസിക്കുകയും ചെയ്യുന്ന ഒരു രീതി യുവതലമുറയ്ക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. തർക്കവും കെട്ടുപോകുന്ന ഒരു സാധനത്തിന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് കെട്ടുപോകാത്തതായി വളരെ ഉതകുന്ന രീതിയിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള കഴിവുള്ള ഒരു പ്രഭാഷകൻ തന്നെയാണ് ഇദ്ദേഹം. കഴിഞ്ഞ വർഷം ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരവും ഗുരുത്വം മാത്രമാണ്. കാര്യങ്ങൾ സംബന്ധിച്ച് ഗവേഷണമൊക്കെ നടത്തി കാര്യങ്ങൾ പറയാൻ ഏറ്റവും കെൽപ്പുള്ള യുവതലമുറയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നന്മ കൂടിയായിരിക്കും തീർച്ചയായിട്ടും. ഒരിക്കലും കെട്ടുപോകാത്ത ഒന്നിന്റെ പേരിൽ ഒരാളെ ചീത്ത പറയാം, വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അസംഭവ്യമായ ഒരു ശാപവാക്ക് 1988 കോഴിക്കോട് ജില്ലയിൽ പന്തീരാങ്കാവിൽ അരുന്ധതി രാമദാസ് എന്നിവരുടെ ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും ലോകചരിത്രത്തിലും ബിരുദം, മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എംഫിൽ ഗവേഷണ ബിരുദം എന്നിവ പൂർത്തിയാക്കി. ശിവൻ കോപിച്ചാൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ സയൻസ് ഇൻ ഹെൽത്തിൽ PhD ചെയ്യുന്നു. ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഹിന്ദുമണ്ഡലത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. തഥാഗത നയോട്ടിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമി കോഴിക്കോട് ചെയർമാൻ ശ്രീ രാമനാഥന് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പേരിലുള്ള അഗൈതമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പ്രഭാഷണത്തിന് അടുത്തതായി ഗുരുത്വം വീണ്ടെടുക്കുന്ന നവഭാരതം എന്ന വിഷയത്തിൽ കോഴിക്കോട് തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമി ചെയർമാൻ ശ്രീ R. രാമാനൻ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗു എന്ന ശബ്ദത്തിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അർത്ഥമാണല്ലോ ഇരുട്ട് എന്ന് പറയാറുണ്ട്. അതിനെ വിഷ്ണു സംഹിത ഗൃവിജ്ഞാനെ ഗൃനികരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോണ്ട. ഇരുട്ടാണ്. എന്തിരുട്ട്? അറിവില്ലായ്മയുടെ ഇരുട്ട്. അറിവില്ലായ്മയുടെ ഇരുട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അറിവില്ലായ്മയുടെ ഇരുട്ട് ഭയാനകമാണ്. ഭയാനകമായതിനെയാണ് അറിവില്ലായ്മയുടെ ഇരുട്ട് എന്ന് പറയാം. പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും, നമുക്കൊക്കെ ഇരുട്ടിൽ അഭിവന്ദ്യ ഗുരുജനങ്ങൾക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത്തുക്കൾക്കും നമസ്കാരം. രണ്ടാമത്തെ വട്ടമാണ് ചെറുകോൽപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം പങ്കെടുത്ത സമയത്ത് അതൊരു ഇരട്ടി മധുരമായിരുന്നു.
കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഫെബ്രുവരി 9-ാം തീയതിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഈ രാഷ്ട്ര ജീവിതത്തെയും ഈ സമൂഹ ജീവിതത്തെയും ഈ സംസ്കാരത്തെയും അതുപോലെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്ന ശ്രീ പി പരമേശ്വർജിയുടെ അനുസ്മരണ ദിവസമാണ് ഞാൻ കഴിഞ്ഞ വർഷം സംസാരിച്ചത്. അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ അന്ന് എനിക്കുണ്ടായി. അതുകൊണ്ട് ചെറുകോൽപ്പുഴ വരിക എന്ന് പറയുന്ന സമയത്ത് അതെൻ്റെ ഉള്ളിൽ വളരെ സന്തോഷകരമായൊരു ഓർമ്മയാണ്. കാരണം പരമേശ്വർജിയെ അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനത്തിൽ, ആദ്യത്തെ സ്മൃതി ദിനത്തിൽ ഇതുപോലെ മഹത്തരമായിട്ടുള്ളൊരു വേദിയിൽ അനുസ്മരിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അത്യധികം കൃതാർത്ഥനാണ്. ചെറുകോൽപ്പുഴയുടെ വേദിയോട് ഞാൻ ആ കാര്യം ഒന്നുകൊണ്ട് മാത്രം അത്യന്തം കടപ്പെട്ടിരിക്കുകയാണ്. ഈ വർഷം വന്ന സമയത്ത് ഞാൻ സംഘാടകരോട് ചോദിച്ചു എന്ത് വിഷയത്തിലാണ് സംസാരിക്കേണ്ടത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ച വിഷയം ആധ്യാത്മികത അല്ലെങ്കിൽ ആധ്യാത്മിക നേതൃത്വമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനം കൃത്യമായി പറഞ്ഞ ഹൈന്ദവ ആധ്യാത്മികതയുടെ ഒരു പ്രതിസ്ഫുരണമായിരുന്നു എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ വർഷം സംസാരിച്ചിരുന്നത്. ഈ വർഷമാകുമ്പോഴേക്കും ആ വിഷയം വളരെ മനോഹരമായ രീതിയിൽ ഒരു പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങി. ഒരുപക്ഷെ കാബാജി ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വർഷം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാബാ സുരേന്ദ്രൻ വളരെ മനോഹരമായ വിധത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനം ആധ്യാത്മികമായൊരു പ്രവർത്തനമാണ് എന്നും നവോത്ഥാനം ഹൈന്ദവ ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ മനോഹരമായൊരു പുസ്തകം ഈ വർഷം നമ്മളേക്ക് പുറത്തിറങ്ങി. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രഭാഷണത്തിൻ്റെ വിഷയമായിരുന്നു അത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതൊക്കെ വളരെയധികം വലിയൊരു സന്തോഷം തരുന്ന ഒരു അവസരമാണ്. ഈ വർഷം ഞാൻ ചോദിച്ചു എന്താണ് സംഘാടകരോട്, എന്താണ് ഒരു വിഷയം സംസാരിക്കേണ്ടത് എന്ന് സംഘാടകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗുരുത്വം വീണ്ടെടുക്കുന്ന നവഭാരതം എന്ന വിഷയത്തിൽ സംസാരിക്കാമോ എന്നാണ്. ഇതിലെല്ലാ വാക്കുകളും എനിക്ക് ഇഷ്ടമാണ്. ഗുരുത്വം എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്കാണ്. വീണ്ടെടുക്കൽ, റീക്ലെയിമിങ് എനിക്ക് അത്ര തന്നെ ഇഷ്ടമുള്ള വാക്കാണ്. ഭാരതം എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്കാണ്. നവം അതിലും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ്. അത് 9 എന്നുള്ള അർത്ഥത്തിലായാലും പുതിയത് എന്നുള്ള അർത്ഥത്തിലായാലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ് ഇത്തവണത്തെ വിഷയമായി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിസ്മയകരമായ ആകസ്മികത കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിഷ്ടമുള്ള എല്ലാ വാക്കുകളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എന്നെ സംബന്ധിച്ച് ഈ വർഷത്തെ ചെറുകോൽപ്പുഴയിൽ സംസാരിക്കുന്ന വിഷയം. അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കടന്നാൽ, ഗുരുത്വം വീണ്ടെടുക്കുന്ന നവഭാരതം, ആ വാക്കിനെ 3 അല്ലെങ്കിൽ 4 പിരിച്ചാൽ ആദ്യത്തെ വാക്കിനെ തന്നെ നമുക്ക് ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അല്ല, ആദ്യത്തെ വാക്ക് ഗുരുത്വം എന്നുള്ളതാണ്. എന്താണ് ഗുരുത്വം? ലോകത്ത് ഏറ്റവും മനോഹരമായ സങ്കല്പമാണ്. ലോകത്ത് ഏറ്റവും ഘനമേറിയ സങ്കല്പമാണ് ഗുരുത്വം എന്ന് പറഞ്ഞാൽ. വെയിറ്റ് എന്നൂടെ അർത്ഥമുണ്ട്. വെയിറ്റ്, ആകർഷണം, ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയാറുണ്ട് ഭൂമിക്ക്. ലോകത്തെ ഏറ്റവും ഘനമേറിയ വാക്കാണ്, ലോകത്തെ ഏറ്റവും മനോഹരമായ വാക്കാണ്, ലോകത്തെ ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ്. പക്ഷേ വ്യാഖ്യാനിക്കാൻ പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. ശങ്കര ഭഗവത്പാദരോട് ബ്രഹ്മം എന്താണ് എന്ന ചോദ്യത്തിന് യഥോ വായോ നിവൃത്തന്റെ യത്തപ്രാപ്യ മനസാസഹ എന്ന് പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് നിവർത്തിക്കാൻ സാധിക്കാത്തതും മനസ്സ് മടങ്ങിപ്പോരുന്നതുമായിട്ടുള്ള അത് എന്ന് പറയുന്നുണ്ട് ബ്രഹ്മത്തെക്കുറിച്ച്. ആ ബ്രഹ്മത്തിന് തത്തുല്യമായി ഭാരതം പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് ഗുരുത്വം. നാടൻ ഭാഷയെ പോലും നമ്മളതിനെ കുരുത്തം എന്ന് പറയാറുണ്ട്, അല്ലേ? കുരുത്തം, അത് വളരെ രസകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കുരുത്തം കെട്ടവരെ എന്ന് പറയുമ്പോഴാണ് കുരുത്തം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കുരുത്തം അങ്ങനെ കെട്ടുപോകുമോ? കെട്ടുപോകുന്നൊരു സാധനത്തിന് നമ്മൾ കുരുത്തം എന്ന് പറയാൻ പാടില്ല. കെട്ടുപോകാത്തതായി ലോകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുത്വം മാത്രമാണ്. ഗുരുത്വം ലോകത്തൊരിക്കലും കെട്ടുപോകുന്നില്ല. വേറെ എന്തൊക്കെ നശിച്ചു പോയാലും കെട്ടുപോയാലും കെട്ടുപോകാത്തതായി ലോകത്ത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഗുരുത്വം മാത്രമാണ്, കുരുത്വം മാത്രമാണ്. അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ആരെയും കുരുത്തം കെട്ടവരെ എന്ന് വിളിക്കരുത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതൊരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും കുരുത്തം കെട്ടുപോകില്ല. ഒരു പക്ഷെ ഒരു നന്മ കൂടിയായിരിക്കും.
ഒരിക്കലും കെട്ടുപോകാത്ത ഒന്നിൻ്റെ പേരിൽ ഒരാളെ ചീത്ത പറയാം. ശാപവാക്കായിട്ട് പോലും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അസംഭവ്യമായ ഒരു ശാപവാക്ക് ഉപയോഗിക്കുക. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. കുരുത്തം കെട്ടവരെ എന്ന് പറഞ്ഞാൽ കുരുത്തം ഒരിക്കലും കെടൂല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നന്നാവാൻ വേണ്ടി വെറുതെ പറയുന്നു എന്ന് മാത്രം. പക്ഷെ അതിൻ്റെ അകത്ത് വലിയ വലിയ തത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ തത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഗുരു കൈവിട്ടാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്ത് എന്തുണ്ടെങ്കിലും ഗുരുത്വം ഇല്ലാതെ ആയാൽ പിന്നെ രക്ഷയില്ല എന്നുള്ളതാണ്. വേദത്തിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ശിവൻ കോപിച്ചാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചാൽ നിന്നെ ആര് രക്ഷിക്കും എന്നാണ് ചോദ്യം. ശിവൻ കോപിച്ചാൽ ഗുരു ഉണ്ട് രക്ഷയായിട്ട്, പക്ഷേ ഗുരു കോപിച്ചാൽ നിന്നെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിൽ ഗുരു എന്ന തത്വത്തിന്, ഗുരു എന്ന സങ്കല്പത്തിന് ഭാരതം എത്ര ഉയരത്തിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന്, അല്ലെങ്കിൽ ഗുരുത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് സാമാന്യ അർത്ഥത്തിൽ ചിന്തിച്ചാൽ വന്ധ്യമായത്, വലുതായത്, മഹത്തരമായത്, സുന്ദരമായത് എന്നൊക്കെ ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് ഗുരു എന്ന വാക്കിന് പറയാൻ സാധിക്കും. സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാം, അവിദ്യയെ മാറ്റി വിദ്യയെ തരുന്ന ഒന്നിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയാം. അവിദ്യയെ മാറ്റി അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം നേത്രം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി വിദ്യ തരുന്ന ആളെയാണ് നാം ഗുരു എന്ന് പറയാറ് പൊതുവെ. ഗു എന്ന ശബ്ദത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അർത്ഥമാണല്ലോ ഇരുട്ട് എന്ന് പറയാറുണ്ട്. അതിനെ വിഷ്ണു സംഹിത ഗൃവിജ്ഞാനെ ഗൃനികരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോണ്ട. ഇരുട്ടാണ്. എന്തിരുട്ട്? അറിവില്ലായ്മയുടെ ഇരുട്ട്. അറിവില്ലായ്മയുടെ ഇരുട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അറിവില്ലായ്മയുടെ ഇരുട്ട് ഭയാനകമാണ്. ഭയാനകമായതിനെയാണ് അറിവില്ലായ്മയുടെ ഇരുട്ട് എന്ന് പറയാം. പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും, നമുക്കൊക്കെ ഇരുട്ടിൽ പോകാൻ പേടിയാണ്. കുഞ്ഞായിക്കോട്ടെ വലിയ ആളുകളായിക്കോട്ടെ, ഇരുട്ടിൽ നമുക്ക് സഞ്ചരിക്കാൻ വളരെ ഭയമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഇരുട്ടിൽ എനിക്ക് സഞ്ചരിക്കാൻ ഭയം? ഇരുട്ടിൽ അറിവില്ലായ്മ ഉള്ളതുകൊണ്ടാണ് ഭയം. വെളിച്ചം വന്നാൽ അതിലേ നമ്മൾ സുഖമായി നടക്കുകയും അതേ സ്ഥലത്ത് ഇരുട്ടായാൽ പെട്ടെന്ന് നമ്മൾ പോകാതിരിക്കുകയും ചെയ്യും. ഇരുണ്ട് കിടക്കുന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചത്തിൻ്റെ, അറിവിൻ്റെ അഭാവമുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഭയാനകമാണ്. അതുകൊണ്ട് ഗു എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഇരുട്ടാണ്. ആ ഭയാനകമായ ഇരുട്ടിനെ രോധിക്കുന്നത് അതാണ് ഗുരു. നമുക്ക് രണ്ട് പാരഡോക്സിക്കലായിട്ടുള്ള സിറ്റുവേഷനെ, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള, രണ്ട് വൈരുദ്ധ്യാത്മകമായ സങ്കല്പങ്ങളെ, രണ്ട് വിരുദ്ധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളെ ഒരു വാക്കിൽ ചേർത്തിരിക്കുക. ഗു എന്ന ഇരുട്ടിനെയും രു എന്ന രോധിക്കലിനെയും ഒരുമിച്ച് ചേർത്ത് ഗുരു എന്ന സങ്കല്പത്തെ ഭാരതം ഉണ്ടാക്കിയിരിക്കുക. ഇരുട്ട് നീക്കപ്പെടുകയാൽ ഗുരു എന്നരുളുന്നത് എന്ന് രാമായണം ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇരുട്ട് നീക്കപ്പെടുന്നതുകൊണ്ടാണ് അതിനെ ഗുരു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഗുരു എന്ന ശബ്ദത്തിന് ലോകത്ത് എവിടെയും മറ്റൊരു തത്തുല്യമായ പദം ഉണ്ടായിട്ടില്ല. ലോകത്തുണ്ടായിട്ടില്ല. ഗുരു എന്ന പദത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാനേ സാധ്യമുള്ളൂ. ഗുരു എന്ന് നമ്മൾ മലയാളത്തിലോ തമിഴിലോ സംസ്കൃതത്തിലോ എഴുതുന്നതിനെ GURU എന്ന് എഴുതാൻ മാത്രമേ സാധിക്കുള്ളൂ. ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു ഒരു കാലത്ത് മാസ്റ്റർ എന്നും ടീച്ചർ എന്നും ട്രെയിനർ എന്നും കോച്ച് എന്നും ഒക്കെ ഗുരു എന്ന ശബ്ദത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ട്രാൻസ്ലേഷനൊക്കെ വളരെ തുച്ഛമായി മാത്രമേ ഈ ആശയത്തെ സംഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ആശയത്തെ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ, ഈ ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നുള്ളൂ എന്നുള്ള ബോധത്തിൻ്റെ സമയത്ത് ആ വാക്ക്, ഗുരു എന്ന വാക്ക് തന്നെ തിരിച്ചു വരികയുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഗുരു എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഗുരു എന്ന് വെറുതെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സംസ്കൃത GURU എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസ്കൃത ഡിക്ഷണറി ഒന്നല്ല തുറന്നു വരിക, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ആ പദം ഗുരു എന്ന പേരിൽ ആഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിന് അവർ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് പഴയ മീനിങ് ആണ്. എ സ്പിരിച്വൽ ടീച്ചർ, എ ലൈഫ് കോച്ച്, അങ്ങനെ പല രീതിയിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ്ങുകളൊന്നും ആ വാക്കിനെ അപ്പോഴും സാധൂകരിക്കുകയോ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയോ അതിനെ നമ്മളോട് വ്യക്തമാക്കി തരികയോ ചെയ്യുന്നില്ല എന്നുള്ള വേറെ വിഷയം. എന്തായാലും ഗുരു എന്ന വാക്കിന് തത്തുല്യമായി മറ്റൊരു സങ്കല്പം അല്ലെങ്കിൽ മറ്റൊരു വാക്കിനെ നമുക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഗുരുവായിരുന്നു ഒരു കാലത്ത് ഭാരതം എന്ന് പറയും.
ഞാൻ പറഞ്ഞു, എത്രയും മഹത്തരമായ വാക്കിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുക, അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും സാധ്യമല്ല എന്ന് പറയുന്ന സമയത്ത് തന്ത്രശാസ്ത്രങ്ങൾ ഗുരു വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസ്സ ഗോചര രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ എന്നാണ് തന്ത്രം പഠിക്കുന്ന ഒരാൾ ആദ്യം ചൊല്ലുക. ഗുരുപാതുക മുദ്ര പിടിച്ച് ഗുരുവിൻ്റെ പാതുക തലയില പിടിക്കുക, തലയ്ക്ക് മേലെ എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ അസ്തിത്വത്തിൻ്റെയും മേലെ വെച്ചിരിക്കുകയാണ് ഗുരുതത്വത്തെ. ആ ഗുരുതത്വത്തിൻ്റെ തലയ്ക്ക് മേലെ പിടിച്ചുകൊണ്ട് വന്ദേ ഗുരുപദദ്വന്ദ്വം ഗുരുവിൻ്റെ കാലിണകളെ വണങ്ങുന്ന സമയത്ത് അതിൻ്റെ അവസാനം പറയുന്നത് അതർക്യം ത്രൈപുരം മഹ എന്നാണ്. ത്രിപുരങ്ങളിൽ വെച്ച് തർക്കമില്ലാത്തതായി ഏതൊന്നുണ്ടോ അതിനെ ഗുരു എന്ന് മാത്രം വിളിക്കുന്നു. 3 ലോകങ്ങളിലേക്ക്, ഭൂമി, ഭുവർ, സ്വർഗം എന്നീ പറയുന്ന 3 ലോകങ്ങളായിക്കട്ടെ, ത്രിഖണ്ഡങ്ങളാവട്ടെ, 3 ലോകങ്ങളിൽ വെച്ച് അതർക്യം, തർക്കമില്ലാത്തതായി ലോകത്ത് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശ്വരൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്. ഈശ്വരൻ്റെ കാര്യത്തിൽ ഭാരതത്തിലെ വിവിധ സമ്പ്രദായങ്ങൾ തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പരിണാമവാദികളായിട്ടുള്ള സാഖ്യ, തന്ത്ര, യോഗ സമ്പ്രദായം ഫോളോ ചെയ്യുന്നവർ, അനുശീലിച്ച് പോകുന്നവർ, അവർക്ക് ഈശ്വരൻ്റെ സങ്കല്പത്തിൽ വ്യത്യാസമുണ്ട്. അവരെ സംബന്ധിച്ച് മൂലവസ്തുവിൻ്റെ പരിണാമമാണ് ഈ പ്രപഞ്ചം എന്നാണ് വിശ്വസിക്കുന്നത്. മൂലവസ്തു എന്താണെന്ന് ചോദിച്ചാൽ അത് ഗുണാതീതനാണോ, ഗുണനിഷ്ഠയുള്ളതാണോ എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരമുണ്ട്. അദ്വൈത വേദാന്തികളുള്ള വിവർത്തവാദികൾ, പരിണാമവാദികൾ, പരമാണുവാദികൾ ഇങ്ങനെ 3ആയി തിരിച്ചാൽ അദ്വൈത വേദാന്തികളുടെ വിവർത്തവാദികൾ ബ്രഹ്മത്തിൻ്റെ വിവർത്തമാണ് പ്രപഞ്ചം എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മം എന്താണെന്നുള്ള ചോദ്യത്തിന് ഈ പറഞ്ഞ പോലെ മറ്റുള്ള സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില വീക്ഷണങ്ങളെങ്കിലും പുലർത്തി കാണുന്നത് കാണാം. അതേസമയത്ത് പരമാണുവാദികളായിട്ടുള്ള വൈശേഷിക ജൈന തത്വചിന്തകൾ പിന്തുടരുന്ന ആളുകൾ, അവർക്ക് പരമാണുവിനെ സംബന്ധിച്ചും പരമാത്മാവിനെക്കുറിച്ചും പരമാത്മബോധത്തെക്കുറിച്ചും ജീവ സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ വളരെ വ്യത്യസ്തമായ ആശയധാരകൾ നിലവിലുണ്ട്. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ലോകത്ത് ഈശ്വരനെക്കുറിച്ച് അനവധി അഭിപ്രായങ്ങളും അനവധി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആശയഭിന്നതകളും ഉണ്ടെങ്കിലും ഗുരു എന്ന തത്വത്തിൽ ഭാരതത്തിൽ ഒരു ദർശനത്തിനും ആശയഭിന്നത ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഗുരു എന്ന തത്വത്തിൽ ആങ്കർ ചെയ്തിരിക്കുന്നു, അവിടെ തളച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് ഭാരതത്തിൽ എല്ലാ ദർശനങ്ങളുടെയും എല്ലാ തത്വചിന്തകളുടെയും ആരംഭം, അല്ലെങ്കിൽ അതിൻ്റെ വികാസം, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടി, അതിന് സമഷ്ടിയിലേക്ക് വളരുന്നത് ഈ ഗുരു എന്ന സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന നാസ്തികങ്ങളായിട്ടുള്ള ദർശനങ്ങളാവട്ടെ, ആസ്തികങ്ങളായിട്ടുള്ള ദർശനങ്ങളാകട്ടെ, ദൈസ്തികങ്ങളായിട്ടുള്ള ആജീവകന്മാരെ പോലെ ദൈസ്തികരായിട്ടുള്ള ദർശനമുള്ളവരാവട്ടെ, അഥവാ സ്വാസ്തികരായിട്ടുള്ള യോഗമാർഗികളാകട്ടെ, ഗുരു എന്ന സങ്കല്പത്തെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇവൻ നമ്മൾ യോഗസൂത്രം നോക്കുന്ന സമയത്ത് അവനെ ഈശ്വരനെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട്. സയേഷ പൂർവേഷാൻ അഭിഗുരു കാലേനാനവച്ഛേദാത് എന്ന് ഗുരുവിന് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പൂർവജ്ഞന്മാർക്ക് പോലും ഗുരുവായിരിക്കുന്നവൻ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരു എന്ന സങ്കല്പമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന സങ്കല്പത്തിൽ മാത്രം തർക്കമില്ല, അതർക്യം ത്രൈപുരം മഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുരുസങ്കല്പത്തെ, ഈ മനോഹരമായ ഗുരുസങ്കല്പത്തെ വളരെ മനോഹരമായ രീതിയിൽ ഭാരതം ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ചിത്രം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ചിത്രം നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. അത് ദക്ഷിണാമൂർത്തിയുടെ ചിത്രമാണ്. ചിത്രം വടതരൂർ മൂലെ എന്ന് പറയുന്നത് വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ദക്ഷിണാമൂർത്തി. വൃദ്ധാശിഷ്യ, ചുറ്റുമുള്ള ശിഷ്യന്മാരെല്ലാം വൃദ്ധന്മാരാണ്. ഗുരു യുവാവാണ്. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയ. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തെക്ക് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തി. തെക്ക് തിരിഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രയോഗം കേട്ടോ. സനത്കുമാരർ മുൻപാം മുനിജനമോടോതി മുന്നം കനിവോടു തെക്കു തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്ന മൂർത്തി കാത്തുകൊള്ളുക എന്നാണ് ഗുരുദേവൻ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ അവതരിപ്പിക്കുന്നത്. തെക്കോട്ട് തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ആളിരിക്കുന്നത് വടക്കാണ്, ആഗമമാണ്. മുകളിൽ നിന്ന് കൈലാസത്തിലിരുന്നു കൊണ്ട് തെക്കോട്ട്, ഭാരതവർഷത്തെ നോക്കിക്കൊണ്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന എന്നർത്ഥം പറയാം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ആ അറിവിൻ്റെ പ്രവാഹത്തെ, ആ മുകളിൽ നിന്നുള്ള കൈലാസത്തിൽ നിന്നുള്ള ആഗമപ്രവാഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ സങ്കല്പത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, ആ സങ്കല്പത്തിൽ നമ്മുടെ ആ ഗുരുവിന് ചുറ്റുമുള്ളത്
വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാരാണ്. നമ്മൾ ജ്ഞാനവൃദ്ധരാണെന്നൊക്കെ പറയും. സനത് കുമാരൻ തുടങ്ങിയിട്ടുള്ള അവർക്കൊരിക്കലും പ്രായമാവുന്നില്ല, അത് വേറെ വിഷയം. എന്നാൽ പോലും വൃദ്ധരായിട്ടുള്ള ശിഷ്യന്മാർ, അവർക്ക് നടുവിൽ മൗനിയായ യുവാവായ ഗുരു. ഈ രണ്ട് സങ്കല്പത്തെയും നാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് സങ്കല്പത്തെയും നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരാനുള്ള ഒരേ ഒരു ചോദ്യം, യുവാവായ ഗുരു, മൗനിയായ ഗുരു, വൃദ്ധരായ ശിഷ്യന്മാർ എന്നുള്ളതാണ്. യുവാവായ ഗുരു, മൗനിയായ ഗുരു, വൃദ്ധരായ ശിഷ്യന്മാർ. ആ വിഷയത്തെ നിങ്ങൾക്ക് ഈ പ്രഭാഷണ മധ്യത്തിൽ ധ്യാനിക്കാനുള്ള ഒരു ധ്യേയവസ്തുവായി ഞാൻ ഇപ്പോൾ തരികയാണ്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആ ധ്യാനവസ്തു യുവാവായ ഗുരു എന്നും വൃദ്ധരായ ശിഷ്യരെന്നും മൗനിയായ ഗുരു എന്നൊക്കെ സങ്കല്പം ഉറക്കട്ടെ എന്ന് പറയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരല്പം അകലെയാണ്, ഒരുപക്ഷെ നാം എത്തിച്ചേരേണ്ട വിഷയമാണ്. അത് ആദ്യമേ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭാരതത്തിൻ്റെ സങ്കല്പത്തിലെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുരു ചോദനയെ അല്ലെങ്കിൽ ഗുരു സങ്കല്പത്തെ, ഗുരു കൽപ്പനയെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ആ വിഷയം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇങ്ങനെയൊക്കെയാണ് ഗുരു സങ്കല്പം എന്ന സങ്കല്പത്തെ ഭാരതം അവതരിപ്പിച്ചിരിക്കുന്നത്. ഗൗരവമുള്ളത്, ഘനമുള്ളത്, വന്ധ്യമായത്, അതിവിശിഷ്ടമായത്, ത്രിലോകങ്ങളിലും വെച്ചും അതർക്യമായത്, അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പത്തെ ലോകത്തിന് മുമ്പിൽ കൊടുത്ത ഒരേ ഒരു രാഷ്ട്രം. ലോകത്ത് എവിടെയെങ്കിലും ഗുരു എന്ന സങ്കല്പം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ഭാരതത്തിലുണ്ടാവും. ഗുരു എന്ന അർത്ഥത്തിൽ ഗുരു എന്ന സങ്കല്പം. ഭാരതം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ രാജനൈതിക ഭൂപടം ആലോചിക്കരുത്. ഭാരതം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഭാരതവർഷം എന്നും അതിൻ്റെ അഖണ്ഡമായിട്ടുള്ള രൂപത്തെ ആലോചിക്കണം. ആ ഭാരതവർഷത്തിൽ ജംബുദ്വീപത്തിലെ ഭാരതവർഷം എന്ന് ആലോചിക്കണം. അപ്പോൾ അത് ഇന്നത്തെ കേവലം പൊളിറ്റിക്കൽ ഭാരതം എന്ന് ആലോചിക്കരുത്. ആ ഭാരതവർഷത്തിൽ മാത്രമാണ് ഗുരു എന്ന സങ്കല്പം ലോകത്തിന് കൊടുത്തത്. ആ ഗുരു എന്ന സങ്കല്പത്തെ കൊടുത്തതുകൊണ്ട് ലോകം ഭാരതത്തെ ജഗദ്ഗുരു എന്ന് വിളിച്ചു. ജഗത്തിൻ്റെ ഗുരുവാണ്. അത് വേറെ ആരും പറഞ്ഞതല്ല. വേറെ ആരും ഭാരതത്തെ, ഭാരതീയർ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമല്ല. ഞങ്ങളുടെ രാജ്യം ജഗദ്ഗുരു ആണ് കേട്ടോ, ഞങ്ങളുടെ രാജ്യം ജഗദ്ഗുരു ആണ് കേട്ടോ എന്ന് ഭാരതീയർ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഭാരതീയർ അന്നും പറഞ്ഞിട്ടില്ല, എന്ന് തീരെ പറയില്ല. ഞാനൊരിക്കൽ, ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട വിഷയമല്ല, ഒരിക്കൽ എൻ്റെ ഒരു പുസ്തകത്തിൽ ഭാരതം 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 എന്ന് 3-4 വട്ടം എഴുതിയപ്പോൾ എൻ്റെ പബ്ലിഷർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഭാരതം 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 എന്ന് മാറ്റിയിട്ട് ഇന്ത്യ 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 എന്നാക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ? ഈ ഭാരതം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ? ഭാരതം എന്ന് പറയുമ്പോൾ ഒരു മതസങ്കല്പമായി തോന്നുന്ന അത്രേ അയാൾക്ക് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുള്ള നാട്ടിൽ ഇന്ത്യ എന്ന് എഴുതണം, ഭാരതം എന്ന് പറയരുത്. കാരണം ഇന്ത്യ ഈസ് എ സെക്യുലർ ടേം, ഭാരത് ഈസ് നോട്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. ശരി, ലോകം ഭാരതത്തെ ജഗദ്ഗുരു എന്നാണ് വിളിച്ചത്. ജഗദ്ഗുരു എന്ന് ലോകം വിളിച്ചതാണ്. ഭാരതം അങ്ങോട്ട് പോയി ആരോടും ക്ലെയിം ചെയ്തല്ല. എന്തുകൊണ്ടാണ് ലോകം ഭാരതത്തെ ജഗദ്ഗുരു എന്ന് വിളിച്ചത്? ഒരുപാട് തവണ ഇവിടെയുള്ള പ്രഭാഷണങ്ങളിൽ തന്നെ ഒരുപാട് തവണ നിങ്ങൾ ശ്രവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും വീണ്ടും പറയുകയാണ്. എത്ര തവണ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉറക്കേണ്ടതായിട്ടുള്ളൊരു സങ്കല്പമായതുകൊണ്ട് വീണ്ടും പറയാണ്. ഭാരതം എന്ന വാക്ക് തന്നെയാണ് അതിന് കാരണം. ഭാസിൽ രതിയുള്ള ഭൂമി, പ്രകാശത്തിൽ അഭിരമിക്കുന്ന ഒരു ഭൂമി ആയതുകൊണ്ട് ഭാരതത്തെ ഗുരു, ജഗദ്ഗുരു എന്ന് വിളിച്ചു. പ്രകാശത്തിൽ അഭിരമിക്കുന്ന, എന്താണ് പ്രകാശം? നേരത്തെ പറഞ്ഞ അറിവാണ് പ്രകാശം. അറിവില്ലാത്തത് ഇരുട്ടാണ്. അറിവാകുന്ന പ്രകാശത്തിൽ അഭിരമിക്കുന്ന ഈ ഭൂമിയെ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഭൂമി എന്നാണ് ലോകം വിളിച്ചത്. ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്ന ഭൂമിയാണ്. ലോകത്ത് എവിടെയൊക്കെ ഇരുട്ടുണ്ടെങ്കിലും ആ ഇരുട്ടുള്ള നാട്ടിലേക്ക് പ്രകാശത്തിൻ്റെ കണികകളെ പായിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വിദ്യ തേടി കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കടലിൻ്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നൗക സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭാരതത്തെ ലക്ഷ്യമാക്കിയായിരുന്നു. ലോകം എഞ്ചുവടി കൂട്ടിച്ചൊല്ലാത്ത കാലത്ത്, ലോകം ഭൂമി വരുന്നതാണ് എന്ന് പറഞ്ഞ കാലത്ത്, നളന്ദ എന്നും തക്ഷശിലയെന്നും വിക്രമശിലയെന്നും ഉദാന്തപുരി എന്നും നമ്മുടെ നാട്ടിലെ കാന്തള്ളൂർ ശാലയെന്നൊക്കെ പേരുള്ള വിജ്ഞാനത്തിൻ്റെ വലിയ ഭണ്ഡാരങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ഒരു നാടാണ് ഭാരതം. അതുകൊണ്ട് ആ അറിവ് ലോകത്തിന് പ്രകാശമായിട്ടുണ്ട്. ആ അറിവ് ലോകത്തിന് പേടിയുമായിരുന്നു.
അറിവില്ലാത്തവരെ സംബന്ധിച്ച് അറിവ് വളരെ ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്ത് ഏറ്റവും ഭയക്കപ്പെടേണ്ട വ്യക്തി ആരാണെന്ന് വെച്ചാൽ അറിവുള്ള വ്യക്തിയാണ്. ആരെടുത്ത് ചെല്ലുമ്പോഴാണ് ഭയക്കപ്പെടേണ്ടത്? ചുറ്റും അറിവില്ലാത്തവരാണ് എങ്കിൽ അറിവുള്ളവനാണ് അവിടെ ശത്രു. അതുകൊണ്ട് ഭാരതത്തിൻ്റെ അറിവിന് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. ഇന്നും ലോകത്ത് എവിടെയൊക്കെ അറിവുണ്ടോ അറിവിന് നേരെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിവിനോടുള്ള സമരം മനുഷ്യൻ്റെ അജ്ഞരായിട്ടുള്ള മനുഷ്യർക്ക്, അജ്ഞത വിറ്റ് ജീവിക്കുന്ന മനുഷ്യർക്ക് അറിവിനോടുള്ള സമരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബക്തിയാർ ഖൽജി നളന്ദ സർവകലാശാലയ്ക്ക് തീയിട്ട സമയത്ത് ഏതാണ്ട് 1 മാസം ആ യൂണിവേഴ്സിറ്റി കത്തി എന്ന് പറയുന്നത്. 1 മാസം നിരന്തരമായി കത്താനുള്ള ഗ്രന്ഥശേഖരത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആ നരാധമൻ കത്തിച്ചിട്ട് കടന്നുപോയി. അതൊരു മണ്ടത്തരാണ്, ഒരു ബാലിശമായ പ്രവൃത്തിയാണ്. അറിവ് കത്തിച്ചാൽ നശിക്കുന്നതല്ല. കത്തിച്ചാൽ നശിക്കപ്പെടാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് ആത്മാവിനെ കുറിച്ച് പറയുന്നത് പോലെ തീയാൽ കത്തിച്ചാൽ നശിക്കപ്പെടാത്തതായിട്ടുള്ള ഒന്ന് അറിവാണ്. ആ അറിവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അത് പല രൂപത്തിൽ പല പേരിൽ വീണ്ടും വീണ്ടും പ്രചരിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. എത്രയോ കാലമായിട്ട് ബക്തിയാർ ഖൽജിയുടെ ഉദാഹരണം പറഞ്ഞതാണ്. ബക്തിയാർ ഖൽജിയുടെ ഉദാഹരണം പോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഒരു 4-5 വർഷം മുമ്പ് നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. തിംബുക്തു എന്ന് പറയുന്നൊരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. തിംബുക്തുവിലെ ലൈബ്രറിക്ക് ബോക്കോ ഹറാം തീയിട്ടു. ലൈബ്രറി എന്താ ചെയ്യുന്നത്? ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവരോട് എന്താ ചെയ്യുന്ന ഒരു ലൈബ്രറി? ഒരു ഗ്രന്ഥശേഖരം എന്താണ് ചെയ്യുന്നത്? നമ്മളൊക്കെ കാണേണ്ടതായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അഘോറ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഒരു ഓസ്കാർ മൂവിയാണ്. പേഗൻ മതത്തിൻ്റെ ലൈബ്രറിയെ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകൾ പാരാബോളിനി എന്ന് പറയുന്ന ക്രൈസ്തവ തീവ്രവാദ സംഘടന, അന്നത്തെ കാലത്തെ തീവ്രവാദമാണ് കേട്ടോ, ഞാൻ വളരെ മുമ്പത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്, 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. ആ കാലത്തെ തീവ്രവാദ രൂപത്തിലുള്ള സംഘടന പാരാബോളിനി എന്നാ പറയാം. അവരവരുടെ പേഗൻ മതത്തിൻ്റെ എന്ന് വെച്ചാൽ, പേഗൻ മതം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മെപ്പോലെ സനാതന വിശ്വാസികളായിട്ടുള്ള, പ്രപഞ്ചത്തെ അംഗീകരിച്ചു പോരുന്ന, പ്രപഞ്ചത്തെ വിശ്വസിച്ച് പോരുന്ന, ശാസ്ത്രയുക്തിയാൽ ജീവിക്കുന്ന, അവരുടെ ശാസ്ത്രീയ നേട്ടങ്ങളെ മുഴുവൻ അഗ്നിക്കിരയാക്കുന്നുണ്ട്. ഹൈപ്പേഷ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയായിട്ടാണെന്ന് പറയുന്നത്. ഹൈപ്പേഷ്യ ലോകം കണ്ട നമ്മൾ അബല, ഗാർഗി, മൈത്രേയി, ലോപാമുദ്ര എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഉന്നതമായ ഒരു ജീവിതം പുലർത്തി വന്ന, പേഗൻ എന്നിവർ വിളിക്കുന്ന, അൺസിവിലൈസ്ഡ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തത് എന്ന് വിളിക്കുന്ന അബ്രഹാമിക മതത്തിൻ്റെ പുറത്തുള്ള ഹൈപ്പേഷ്യ എന്ന് പറയുന്ന ആ മഹാവിജ്ഞാന സ്രോതസ്സിനെ നിർദാക്ഷിണ്യം കൊന്നുകളയത്. ഹൈപ്പേഷ്യ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ സിനിമ ഇറങ്ങുന്നത് വരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഹൈപ്പേഷ്യ ആരാണ്. ഹൈപ്പേഷ്യ ആരാണ് എന്ന് നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്നത് വട്ടത്തിലല്ല, സർക്കുലാർ അല്ല, ഇറ്റ്സ് എൻ ഓവൽ ഷേപ്പ്, എലിപ്റ്റിക്കലാണ് എന്ന് കണ്ടുപിടിച്ച അതൊരു സ്ത്രീയാണ് ഹൈപ്പേഷ്യ. ആ ഹൈപ്പേഷ്യയെ വളരെ നിർദാക്ഷിണ്യം അറിവുണ്ട് എന്നതിൻ്റെ പേരിൽ വിച്ച് എന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞു. കലിക വിച്ച് എന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞു. യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ നമുക്ക് കാണാം അറിവിനോടുള്ള സമരം. അറിവ് കയ്യാളിയിരുന്ന സ്ത്രീകളെ മുഴുവൻ പട്ടാപ്പകൽ നടുറോട്ടിൽ കൊണ്ടുവന്നിട്ട് തീയിട്ട് കത്തിച്ച് കൊല്ലുന്ന, വിച്ച് ക്രാഫ്റ്റ് ആരോപിച്ചുകൊണ്ട്, ദുർമന്ത്രവാദിനികൾ എന്ന് വിളിച്ച് ആരോപിച്ചുകൊണ്ട് കന്നുകളയുന്നൊരു കാലം യൂറോപ്പിലുണ്ടായിരുന്നു. ക്രിസ്തു മതത്തിൻ്റെ പ്രബല കാലഘട്ടം. അറിവിനോടുള്ള സമരം. തിംബുക്തുവിലെ ലൈബ്രറിക്ക് ബോക്കോ ഹറാം തീയിട്ടതുപോലെ, അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് തീയിട്ടതുപോലെ, അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് ഈജിപ്ഷ്യൻ ഭരണത്തിൻ്റെ കാലത്ത് അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് നമ്മുടെ മഹാനായ സീസർ എന്ന് വിളിക്കുന്ന സീസർ തീയിടുന്നുണ്ട്. മനോഹരമായൊരു ചിത്രത്തിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്ലിയോപെട്ര എന്നാണ് സിനിമയുടെ പേര്. എനിക്ക് തോന്നുന്നു 1960-കളിലെങ്ങാനും പുറത്തിറങ്ങിയിട്ടുള്ളൊരു ചിത്രമാണ്. അതിമനോഹരമായ ചിത്രമാണ്. ആ ചിത്രത്തിൽ ക്ലിയോപെട്ര ഈജിപ്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് സീസർ വരുന്ന സമയത്ത്. ക്ലിയോപെട്രയുടെ സ്ഥാനഭ്രഷ്ട അവസ്ഥ ഉണ്ടാവും എന്ന് കരുതി അവരൊരു ഒളിവിൽ താമസിക്കുകയാണ്. ആ ഒളിവിൽ താമസിക്കുകയാണ്. സീസറിൻ്റെ മൈറ്റി സീസർ റൂൾ വരികയാണ് ഈജിപ്തിൽ. പക്ഷേ ഈ അലക്സാൻഡ്രിയയിലെ ലൈബ്രറിക്ക് തീയിട്ടു എന്ന് കേട്ട ഉടനെ ക്ലിയോപെട്ര നിർഭയയായി സീസറിനെ കാണാൻ വരുന്ന ഒരു കാഴ്ചയുണ്ട്. നിർഭയയായി സീസറിൻ്റെ അന്തഃപുരത്തിലേക്ക് കയറി വരുന്ന ക്ലിയോപെട്ര ചോദിക്കുന്നുണ്ട്, ഞാൻ കരുതി നിങ്ങളൊരു സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന്. മഹാനായ സീസർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പുറത്ത് തലയിൽ മുടിയില്ലാത്തതുപോലെ നിങ്ങളുടെ അകത്തും ഒന്നുമില്ലല്ലോ.
എത്ര മനുഷ്യന്മാരുടെ അധ്വാനത്തെയാണ് നിങ്ങൾ നിർദാക്ഷിണ്യം കത്തിച്ചു കളഞ്ഞത് എന്ന് സീസറുടെ മുഖത്ത് നോക്കി ക്ലിയോപാട്രയെ പോലെ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. ആ സിനിമയിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇതേ പ്രവർത്തനം തന്നെ ലോകത്ത് സർവ്വ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അജ്ഞതയുടെ കൂട്ടുകാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നളന്തയും മറ്റും വളരെ നിർദാക്ഷിണ്യം നശിപ്പിക്കപ്പെട്ടത്. നോക്കൂ, ലോകത്തിന് മുമ്പിൽ അറിവിൻ്റെ കേദാരങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ തുറന്നു വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം. നളന്ദ കത്തിപ്പോയ സമയത്ത് ചൈനീസ് ട്രാവലർമാരായിട്ടുള്ള ഒരുപാട് പേര് കുറേ ഗ്രന്ഥക്കെട്ടുകൾ വലിച്ചൂരി എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആ ഗ്രന്ഥങ്ങളൊക്കെ ചൈനയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പല ഗ്രന്ഥങ്ങളും അവിടുന്ന് മാറി പിന്നെ ജർമ്മനിയിലേക്കും ലണ്ടനിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിച്ചൂരി കൊണ്ടുപോയ വിജ്ഞാനത്തിന് തന്നെ കണക്കില്ല. അപ്പോൾ എത്ര വലിയ വിജ്ഞാനത്തെയായിരിക്കും അവിടെ ഒരു നിമിഷം കൊണ്ട് കത്തിച്ച് കളഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ലോകത്തിന് ഇത്രയും വലിയ ആധ്യാത്മികവും ഭൗതികവും ആയിട്ടുള്ള വിജ്ഞാനത്തെ നൽകിയിട്ടുള്ള ഒരു രാജ്യം. ആ കാരണം ഒന്നുകൊണ്ട് മാത്രം മതി ഈ രാഷ്ട്രത്തെ ജഗദ്ഗുരു എന്ന് വിളിക്കാൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സംഭാവനകൾ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് പറയാൻ നിന്നാൽ അത് മാത്രം ഈ പ്രഭാഷണം വിഷയമായി തീർക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രഭാഷണത്തിൽ തീരുന്നതായിരിക്കില്ല. ഒരുപക്ഷെ വലിയ സത്രം നടത്തേണ്ടി വരും ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംഭാവനകളെക്കുറിച്ച് മാത്രം ഒരു പ്രഭാഷണം നടത്തണമെങ്കിൽ. ഭാരതത്തിൻ്റെ ഭൗതിക സംഭാവനകളെക്കുറിച്ച്, വൈജ്ഞാനിക രംഗത്തുള്ള സംഭാവനകളെ കുറിച്ച് നമുക്ക് ഒരു പ്രഭാഷണം നടത്തണമെന്ന് വിചാരിച്ചാൽ അതിനും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊന്നും മതിയാവില്ല. അത്രയും മികച്ച സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെയാണ് ജഗദ്ഗുരു എന്ന് ലോകം വിളിച്ചത്. 1893 ഷിക്കാഗോ സമ്മേളന വേദിയിൽ സ്വാമി വിവേകാനന്ദൻ ആ രാഷ്ട്രത്തിൻ്റെ മഹിമാവിനെക്കുറിച്ച് ഓർത്ത് രോമാഞ്ചം കൊള്ളുന്നുണ്ട്, സദസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ അവസാനം 7000-ഓളം വരുന്ന സദസ്സ് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ച സമയത്ത് എഴുന്നേറ്റൊന്ന് കൈയടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമിജി അവിടെ നിന്ന് കൈ ഉയർത്തുന്ന സമയത്ത് അവിടെ ഹിപ്നോട്ടൈസ്ഡ് ആയി പോയിട്ടുള്ള സദസ്സ് കൈ ഉയർത്തിയെന്നൊപ്പം അത്രയും മനോഹരമായ വിധത്തിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് ഒരു മോഹവലയത്തിൽ പെടുത്തുന്നത് പോലെ അദ്ദേഹം സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംസാരിക്കാനുള്ള ചാതുരിയുടെ മാത്രം ഗുണമല്ല, മറിച്ച് സംസാരിച്ച വിഷയത്തിൻ്റെ ഡെപ്ത് കൂടെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അതിൻ്റെ അലയൊലികൾ വളരെ ശക്തമായിട്ട് സഞ്ചരിച്ചു. അതിൻ്റെ പ്രകമ്പനം വളരെ ശക്തമായ രീതിയിൽ അവിടെ ഉണ്ടായി. ആളുകൾ ഭാരതത്തെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ അതിൻ്റെ പേരിൽ അതിനുശേഷം ഒരു പരമ്പര തന്നെ, പ്രഭാഷണത്തിൻ്റെ പരമ്പര തന്നെ അമേരിക്കയിൽ പലയിടങ്ങളിലായിട്ട് നടത്തി. പലയിടങ്ങളിലായിട്ട് ആ പരമ്പര തന്നെ നടത്തി. പരമ്പരകൾ ഭാരതത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരമ്പരയ്ക്കൊടുവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പൂർവികർ ഇത്രയൊക്കെ വലിയ പണ്ഡിതരായിരുന്നെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഇത്, പണ്ഡിതരായിരുന്നുവെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളെ അന്ന് വന്നത് പഠിപ്പിക്കാൻ പറ്റായിരുന്നു? ഞങ്ങളിപ്പോൾ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ, നിങ്ങളെ പൂർവികർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതെന്താ ഞങ്ങളറിയാതെ പോയത്? ആലോചിക്കണം, ആരാ ചോദിക്കുന്ന ആലോചിക്കണം. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന് ഗലീലിയോനെ വീട്ടുതടങ്കലിടുകയും കോപ്പർനിക്കസിനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും മെഗല്ലനെ അടിച്ചു കൊല്ലാൻ നോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ജനതയുടെ പിന്മുറക്കാർ ചോദിക്കുകയാണ്, ഈ അറിവൊക്കെ ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. സ്വാമി പക്ഷേ കുറച്ചും കൂടി പഴയ കാലത്തേക്കാണ് പറയുന്നത്. സ്വാമി പറയുന്നത്, നിങ്ങളുടെ പൂർവികർ, ഞങ്ങളുടെ പൂർവികർ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലും ശാസ്ത്ര സാങ്കേതികതയുടെ ഉന്നത ശൃംഗങ്ങളിലും വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികർ പച്ചച്ചായവും തേച്ച് വല്ല മരത്തിൻ്റെയും മുകളിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറക്കിയിട്ട് വേണ്ടേ ഇതൊന്ന് വന്ന് പഠിപ്പിക്കാൻ എന്ന് സ്വാമിജി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഒരു തരിമ്പ് പോലും ധാർഷ്ട്യമോ ആ ജനതയോടുള്ള ദേഷ്യമോ അവരോടുള്ള വിയോജിപ്പോ ഒന്നുമല്ല, ഒരു ചരിത്ര സത്യത്തെ പറയുക മാത്രം ഉണ്ടായത്. ഒരു ചരിത്ര സത്യത്തെ പറയാനുണ്ടായത്, ഒരു സത്യമാണത്, ആ സത്യം പറയാനുണ്ടായത്. അല്ലാതെ അവരെ മോശമാക്കാനൊന്നുമല്ല. അങ്ങനെ ഒരു ചിന്ത ഒരു അദ്വൈതിക്ക് ഉണ്ടാവില്ല. അവരെ മോശമാക്കി കാണിക്കണം എന്നുള്ള ചിന്ത ഒരു അദ്വൈതിക്കും ഉണ്ടാവില്ല. സ്വാമി വിവേകാനന്ദന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെ കളിയാക്കാൻ വേണ്ടിയല്ല അത് പറഞ്ഞത്, ഒരു ചരിത്ര സത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ചരിത്ര സത്യത്തെ പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭാരതം സ്വതന്ത്രമല്ല. സ്വതന്ത്രമല്ലാത്ത ഒരു രാഷ്ട്രത്തിൽ അതിൻ്റെ പ്രതിനിധിയായിരുന്നു കൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിൽ, വെള്ളക്കാരുടെ ഒരു രാഷ്ട്രത്തിൽ പോയി ഞങ്ങളുടെ പൂർവികർ മഹാന്മാരാണ്,
ഞങ്ങളുടെ പൂർവികർ അതിമഹത്വമുള്ളവരാണ്. നിങ്ങൾ അവരെ വന്ന് അറിവ് ഓതി കൊടുക്കണ്ട. നിങ്ങൾ ഓതുന്ന അറിവൊക്കെ ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല. നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. പുത്തരിയല്ല എന്നുള്ള വളരെ മോശമായ അർത്ഥത്തിലല്ല. നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. യു ആർ ദ പീപ്പിൾ ഹൂ സിവിലൈസ്ഡ് അസ്. നിങ്ങളാണ് എൻ്റെ രാജ്യത്തെ സംസ്കരിച്ചത്. വൈറ്റ് മാൻസ് ബേർഡൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷുകാരൻ്റെ കർത്തവ്യം എന്താണ്? നമ്മളെ വിദ്യയുള്ളവരാക്കുക. നമ്മളൊക്കെ വിദ്യാശൂന്യരായിട്ടുള്ള നാടോടികളായിട്ടുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ, ഇവരവിടുന്ന് അറിവിൻ്റെ മഹാവിജ്ഞാനവും കൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ബോധം നിങ്ങൾക്ക് തൽക്കാലം വേണ്ട. ഞങ്ങൾ ഇത്രയും വലിയ ജ്ഞാനസാഗരത്തിൻ്റെ ഉടമകളാണ്, അവകാശികളാണ് എന്ന് വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്. സ്വാമി ഒരു ഭാരതീയനാണ്. തീർച്ചയായിട്ടും സ്വാമിക്ക് ഭാരതത്തിൻ്റെ കാര്യത്തിൽ അഭിമാനമുണ്ട് എന്ന് വരാം. അദ്വൈതിക്ക് അങ്ങനെ അഭിമാനം പാടില്ല എന്നാ. എന്നാൽ പോലും അദ്വൈതിയായിരിക്കുന്ന അദ്ദേഹത്തിന് അഭിമാനമുണ്ട് എന്ന് കരുതണ്ട. എന്നാൽ പോലും ഭാരതീയനാണ്. ഒരു വാദത്തിന് നമ്മൾ അംഗീകരിച്ചാൽ ഭാരതീയനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൻ്റെ മഹിമാവിനെ കുറിച്ച് അവിടെ പ്രസംഗിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് നമുക്ക് വേണം കരുതാം. പക്ഷേ സ്വാമിയുടെ വാക്കുകളെ ഏതാണ്ട് ശരിവെക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിലധികം ശരിവെക്കുന്ന തരത്തിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ഫെഡറിക് മാക്സ് മുള്ളറോട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാക്സ് മുള്ളർ നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളിലൊക്കെ വേണ്ടാത്ത രീതിയിൽ ചില കൈകടത്തൽ നടത്തിയിട്ടുണ്ട് എന്ന അഭിപ്രായം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മാക്സ് മുള്ളർ നടത്തിയ ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ച് ഒരു ലെക്ചർ സീരീസാണ്. ആ ലെക്ചർ സീരീസിൻ്റെ പേര് ഇപ്പോഴും ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുമോ ബുക്ക് എന്നാണ് എൻ്റെ അറിവ്. ആ ബുക്കിൻ്റെ പേര് വാട്ട് ഇന്ത്യ ക്യാൻ ടീച്ച് അസ് എന്നാണ്. ഇന്ത്യക്ക് എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കുക? എന്താണ് ഇന്ത്യ നമ്മളോട് പറയുന്നത്? എന്താണ് ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം അവിടെ ഉപയോഗിച്ചൊരു വാക്ക് ടീച്ച് എന്നാണ്. വാട്ട് ഇന്ത്യ ക്യാൻ ടീച്ച് അസ് എന്ന് പറയുന്നിടത്ത് എന്താണ് ആ വാക്കിനെ ചെറുതാക്കി നമ്മൾ വാട്ട് ഇന്ത്യ ക്യാൻ ടീച്ച് അസ് എന്നുള്ളതിനെ ഒന്ന് സംസ്കൃതത്തിലോ മലയാളത്തിലോ ആക്കി എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണ് അസ്? ലോകമാണ്. ടീച്ചർ ആരാണ്? ഗുരുവാണ്. എന്ന് ചോദിച്ചാൽ ജഗത് ഗുരു ഭാരതം എന്നാണ് ആ ഫെഡറിക് മാക്സ് മുള്ളർ കാംബ്രിഡ്ജിൽ നടത്തിയ ആ സ്പീച്ചിന് ഇടാവുന്ന ഒരു മലയാള പേര്, അല്ലെങ്കിൽ തർജ്ജമ, അല്ലെങ്കിൽ സംസ്കൃത പേര്. ആ ഫെഡറിക് മാക്സ് മുള്ളർ അതിനെക്കുറിച്ച് വളരെ വിശാലമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രം എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയണ്ടാത്തത് എന്ന വിദ്യയെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ രണ്ടാമത്തെ ധ്യാന വിഷയമാണത്. എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയണ്ടാത്തത്. സമാവർത്തനം കഴിഞ്ഞ് വരുന്ന ശ്വേതകേതുവിനോട് അച്ഛനായിട്ടുള്ള ഉദാലകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അച്ഛാ, ഞാൻ എല്ലാ വിദ്യയും പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടി വരുന്ന മകനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയണ്ടാത്തത് എന്ന വിദ്യയെ പഠിച്ചുവോ എന്ന ചോദ്യത്തിന് ആ കുട്ടി അമ്പരക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്, നീ അത് പഠിച്ചിട്ട് വാ. എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയണ്ടാത്തത്? എല്ലാ അറിവിൻ്റെയും എല്ലാ വിജ്ഞാനത്തിൻ്റെയും ആധാരമായി നിൽക്കുന്ന ആ അറിവ് എന്താണ്? ആ അറിവ് നീ മനസ്സിലാക്കിയോ എന്നുള്ള ചോദ്യത്തിന് ശ്വേതകേതു മനസ്സിലാക്കിയില്ല എന്ന് പറയുകയും അത് പഠിക്കാൻ പോവുകയും പിന്നെ അതെന്താണ് എന്ന് അറിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ആ അറിവ് ലോകത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ രാഷ്ട്രത്തെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത്. വെറുതെ വിളിച്ചതല്ല. ലോകത്തിൻ്റെ ഗുരുവായിരിക്കണമെങ്കിൽ ലോകത്ത് ഇല്ലാത്ത അറിവ് കൊടുക്കണം. ലോകത്തില്ലാത്ത അറിവ് കൊടുക്കണം. LKG ടീച്ചറെ അടുത്ത് ABCD പഠിപ്പിക്കുന്ന ടീച്ചറെ അടുത്ത് വന്നിട്ട് PhD കാരൻ അക്ഷരമാല ചോദിക്കൊന്നുമില്ല, അല്ലേ? വളരെ സാമാന്യ യുക്തിയാണത്. ലോകത്ത് പലയിടങ്ങളിലും പല രാഷ്ട്രങ്ങളിലും പലവിധ വിജ്ഞാന സാഗരം ഉണ്ട്. ലോകത്ത് പലയിടത്തും വിജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും അറിവിൻ്റെ വലിയ 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 സ്ഫോടനങ്ങൾ ഉണ്ടായി, വൈജ്ഞാനിക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വൈജ്ഞാനിക വിപ്ലവങ്ങളൊക്കെ ഉള്ള സമയത്തും എന്തോ ഒരു അറിവ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ അറിവ് ലോകത്ത് വേറെ എവിടെയും കിട്ടാത്ത അറിവാണ്. ആ അറിവ് നീ എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയാണ്ടാത്തത്, ആ അറിവ് എന്നൊരു അറിവാണ്. ആ അറിവായിരുന്നു ഭാരതത്തെ ജഗദ്ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് നിർത്തിയിരുന്നത്. അതായിരുന്നു വാസ്തവത്തിൽ ഭാരതത്തിലേക്ക് കൊളോണിയൽ ശക്തികൾ വന്ന സമയത്ത് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ത്രെട്ട് അല്ലെങ്കിൽ പ്രതിബന്ധം. തോമസ് ബാബിങ്ടൺ മെക്കാളെ എന്ന് പറയുന്ന മെക്കാളെ വളരെ മനോഹരമായ വിധത്തിൽ, മനോഹരമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ, മനോഹരം എന്ന് ഞാൻ വെറുതെ പറഞ്ഞ, അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഹാവ് ട്രാവൽഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ, ഹാവിങ് സീൻ എ സിംഗിൾ ബെഗർ, പീപ്പിൾ ആർ റിജോയ്സിങ്, they are prosperous, they are wealthy, they are happy. I am afraid we can't conquer this country unless and until the very backbone of it is broken.
ഞാൻ ഭാരതത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു, അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. ഞാൻ ഒരു വ്യക്തിയെയും ദുഃഖിതനായി കണ്ടില്ല. ഞാൻ ഒരു വ്യക്തിയിലും ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കണ്ടില്ല. ജനങ്ങൾ സന്തുഷ്ടരാണ്, സമ്പന്നരാണ്, സംസ്കാരചിത്തരാണ്. ഞാൻ പേടിക്കുകയാണ്, നമുക്കൊരിക്കലും ഈ രാഷ്ട്രത്തെ കീഴടക്കാൻ സാധിക്കുകയില്ല. കീഴടക്കണമെങ്കിൽ ഇതിൻ്റെ നട്ടെല്ല് നാം ചവിട്ടി ഒടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ നട്ടെല്ല് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ നട്ടെല്ല് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പവും ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു ചവിട്ടി ഒടിക്കാൻ ആഗ്രഹിച്ച ആ നട്ടെല്ല്. ആ നട്ടെല്ല് ചവിട്ടി ഒടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മെക്കാളെ മിനിറ്റ്സ് ആണത്. മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്ന മിനിറ്റ്സ് ലഭ്യമാണ്, ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വി ഹാവ് ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് പീപ്പിൾ, ഇന്ത്യൻ ഇൻ ബ്ലഡ്, ഇന്ത്യൻ ഇൻ ഒറിജിൻ, ഇന്ത്യൻ ഇൻ കളർ, ബട്ട് ബ്രിട്ടീഷ് in thoughts, impressions, intellect, morals and opinion. നമുക്ക് ഒരു കൂട്ടം ജനതയെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അവർ ഇന്ത്യക്കാരായിക്കോട്ടെ, ജന്മം കൊണ്ട്, വർണ്ണം കൊണ്ട്, വർഗം കൊണ്ട്, ജാതി കൊണ്ടൊക്കെ ഇന്ത്യക്കാരായിക്കോട്ടെ. പക്ഷേ അവർക്ക് അവരുടെ ചിന്ത ബ്രിട്ടീഷുകാരനെ പോലെ ആയിരിക്കണം, അവരുടെ പ്രവൃത്തി ബ്രിട്ടീഷുകാരനെ പോലെ ആയിരിക്കണം, അവരുടെ മൂല്യങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെതായിരിക്കണം എന്ന് മെക്കാളെ വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ആൻഡ് ഹി കോൾ ദം ബ്രൗൺ ഇംഗ്ലീഷ്മെൻ, തവിട്ട് തൊലിയുള്ള വെള്ളക്കാർ. തവിട്ട് തൊലിയുള്ള വെള്ളക്കാരെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ തവിട്ട് തൊലിയുള്ള വെള്ളക്കാർക്ക് മാത്രമേ ഈ രാജ്യത്തെ കോൺകർ ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ രാജ്യത്തെ കീഴടക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇവിടെ ഉള്ള ഈ മഹനീയമായ ചിന്തയും അറിവുമുള്ള ഈ ജനതയെ ഒരു കാരണവശാലും നമുക്ക് കോൺകർ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും വളരെ സന്തോഷത്തിൽ, നമ്മൾ വളരെ ദയാലുക്കളും ഉദാരമതികളും ഉദാരശീലരൊക്കെയാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളെല്ലാവരും പ്രകീർത്തിക്കാറുണ്ട്. ലോർഡ് വില്യം ബെൻഡിക്റ്റിനെ നമ്മൾ അതുപോലെ പ്രകീർത്തിക്കുന്ന ഒരാളാണ്. സതി നിർത്തലാക്കിയതിൻ്റെ പേരിൽ, തഗ്ഗുകളെ അമർച്ച ചെയ്തതിൻ്റെ പേരിൽ ഒക്കെ നമ്മൾ ബെൻഡിക്റ്റിനെ പ്രകീർത്തിക്കാറുണ്ട്. റിപ്പൺ അതുപോലെ പ്രകീർത്തിക്കാറുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും ഭാരതത്തിൽ നിങ്ങൾ നോക്കിയാൽ മറീന ബീച്ചിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം കാണാൻ സാധിക്കും. നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഗവർണർ ജനറലാണ്, വൈസ്രോയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം നമ്മൾ ഭാരതീയർ ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിലും നിഷ്കാസനം ചെയ്യാതെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരമാണ്. സോവിയറ്റ് റഷ്യ തകർന്ന ഉടനെ അവിടെയുള്ള സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ഒക്കെ പ്രതിമകളാണ് ആദ്യ ആൾക്കാർ നിലത്തിട്ട് ചവിട്ടിയത്. പക്ഷെ ഭാരതം അങ്ങനെ ചെയ്തിട്ടില്ല. ഭാരതം നമ്മൾ ബഹുമാനിച്ചിട്ടുള്ള ആളുകളെ, ഉദാരമതികളായതുകൊണ്ട്, ഒരുപക്ഷെ സദ്ഗുണവൈകൃതമായിരിക്കും, എന്തോ ആവട്ടെ, എന്തായാലും നമ്മുടെ സംസ്കാരം കൊണ്ട് അവരെ ഒന്നും അപമാനിച്ചിട്ടില്ല. വില്യം ബെൻഡിക്റ്റിനോട് നമുക്ക് വലിയ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം സതി നിർത്തലാക്കി, തീർച്ചയായും ദുരാചാരമാണ്, നിർത്തലാക്കി. അതേ സമയത്ത് തഗ്ഗുകളെ അമർച്ച ചെയ്തു. ഭാരതത്തിൽ സഞ്ചരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു, തഗ്ഗുകളെ കവർച്ച ഉണ്ടായിരുന്നു, തഗ്ഗുകളെ അമർച്ച ചെയ്തു. അതൊക്കെ വളരെ മഹത്തരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ആയിരുന്നു. അതേ സമയത്ത് അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കിയത് ഇംഗ്ലീഷ് ഭാഷ നമ്മളെ പഠിപ്പിക്കാനല്ല, ഈ രാഷ്ട്രത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ രാഷ്ട്രത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി, ബ്രൗൺ ഇംഗ്ലീഷ്മാൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട്. ഒരു പക്ഷേ ഇന്നും പുതിയ വിദ്യാഭ്യാസ പദ്ധതി ഇങ്ങനെ ഏതാണ്ട് ഹാഫ് കുക്ക്ഡ്, ഹാഫ് ബോയിൽഡ് അല്ലെങ്കിൽ ഓൺ എയറൊക്കെയാണ്. ഇപ്പം ഭൂമിയിലേക്ക് ഇറങ്ങുള്ളൂ. ആലോചിക്കണം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കാലമായി എന്ന് ആലോചിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പരിഷ്കരിക്കാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴാണ് വന്നത്. ഇത്രയും കാലം നാം ബ്രിട്ടന് വേണ്ടി, ഇല്ലാത്തൊരു എംപയറിന് വേണ്ടി കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് റോബോട്ടുകളെ, ബ്രൗൺ ഇംഗ്ലീഷ്മാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അവരെ ബ്രൗൺ ഇംഗ്ലീഷ്മാൻ എന്ന് വിളിച്ചതെന്ന് ചിന്തിക്കാൻ സാധിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കി. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കിയതിന് ശേഷം ഭാരതത്തിൻ്റെ സർവ്വ മേഖലകളിലേക്കും, പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ശക്തമായ രീതിയിൽ കൊളോണിയൽ ആശയങ്ങളുടെ കടന്നുവരവുണ്ടായി.
കൊളോണിയൽ ചിന്താസരണികൾ ഉണ്ടായി, വെസ്റ്റേൺ ഐഡിയ ഓഫ് തിങ്കിങ് വന്നു. നമ്മളതിനെ റാഷണലിസം എന്നാണ് പറയുക, യുക്തിവാദം, യുക്തിപരമായ ചിന്ത. ഞാനൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ PhD ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, JNU എന്നാണ് കംപ്ലീറ്റ് ആയത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ആശയങ്ങളെ അതിൽ എഴുതാൻ പറ്റില്ല. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിൻ്റെ പ്രശ്നമല്ല കേട്ടോ. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാൻ പറ്റില്ല. നിങ്ങളുടെ ആശയത്തെ നിങ്ങൾ എഴുതുകയും ആ ആശയത്തെ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാധൂകരിക്കുകയും കൂടി വേണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആശയം ലോകത്ത് ഉണ്ടാക്കാം. എവിടെയെങ്കിലും ചാരി വെക്കാത്ത ആശയങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. ഒരുപക്ഷെ കേസരി ബാലകൃഷ്ണപിള്ള അതിനോട് വളരെ ശക്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ അക്കാദമിക വിദ്യാഭ്യാസത്തിനോട്, ഈ വിശ്വവിദ്യാലയങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസത്തിനോട്, അവിടുത്തെ വൈജ്ഞാനികരോട്, പണ്ഡിതന്മാരോടൊക്കെ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് മൃതപ്രായങ്ങളായിട്ടുള്ള അറിവുകൾക്ക് ജനിച്ചു വളർന്ന് മരിച്ചു വീഴാനുള്ള ഇടങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ. അത് എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട, എൻ്റെ ചിന്ത സ്വതന്ത്രമാണ്, എവിടെയും ചാരി വെക്കാതെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇന്ത്യൻ വേ ഓഫ് തോട്ട്, തനി ഭാരതീയമായി ചിന്തിക്കുന്ന ഒരു ജനത. അങ്ങനെ ജനത നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പോലും ഇല്ല, ഞാൻ ഉൾപ്പെടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഡിഗ്രി കിട്ടൂല. ഇതുവരെ കിട്ടൂലായിരുന്നു, ഇനി കിട്ടുമോ നോക്കാം. ഇതുവരെ കിട്ടൂലായിരുന്നു. അതായത് തകർന്നു പോയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് എംപയറിന് വേണ്ടി നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിക്കാണ് നാം വളരെ മികച്ച അർത്ഥത്തിൽ വിദ്യാഭ്യാസമെന്നും ലിറ്ററസി എന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് സർക്കാർ മാറിയ സമയത്തൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്ത സമയത്ത് സ്കില്ല് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം എന്നൊക്കെ ചിന്തിക്കുകയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലേക്കൊക്കെ ചിന്തകൾ ഉണ്ടാവുകയും ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ. കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ കറ, ദ സ്റ്റെയിൻ ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തു. നമുക്ക് നമ്മുടേത് എന്ന് പറയാവുന്ന എല്ലാ വിജ്ഞാനത്തിൻ്റെ മേലും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. നാം നമ്മുടേത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചു കൊണ്ടിരുന്ന പല വിദ്യാഭ്യാസവും, ലോകത്തിന് അറിവ് കൊടുത്തിരുന്ന, എന്ത് തേടിയാണോ ലോകം ഭാരതത്തിലേക്ക് വന്നത് അതൊക്കെ മമ്പോ ജമ്പവും ഒബ്സ്ക്യൂറും ആയിപ്പോയി. എന്താണ് ഒബ്സ്ക്യൂറായി പോവുക? നിലനിൽപ്പില്ലാത്തത്, എന്തൊക്കെയോ വിവരദോഷിത്തരം, വിവരക്കേട്, അന്ധവിശ്വാസം എന്നൊക്കെ ആയിപ്പോയി. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു സാധനം നമ്മളൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന ആയുർവേദമാണ്. ആയുർവേദം വെസ്റ്റേൺ തിങ്കിങ്, വെസ്റ്റേൺ തോട്ടിൽ ഒരു അന്ധവിശ്വാസമാണ്. ആയുർവേദം ഒരു അന്ധവിശ്വാസമാണ്. എനിക്ക് തോന്നുന്നത് പല വെസ്റ്റേൺ രാജ്യങ്ങളിലും ഇപ്പോഴും ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോൾ, ഹോമിയോ മരുന്നിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ട്. ഹോമിയോ മരുന്നിൻ്റെ പേരിൽ അമേരിക്കയിലൊക്കെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വെക്കണം എന്നാണ്. അതെന്താണിത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെക്കുന്ന പോലെ ഹോമിയോ മരുന്നിൻ്റെ മുകളിൽ ഒരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വെക്കണം. ആ മുന്നറിയിപ്പ് ഇതാണ്: ഇത് നിങ്ങൾ വേണേൽ കഴിച്ചോളൂ, ഇതിനോട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് എഴുതി വെക്കണം. ആലോചിച്ച് നോക്കണം, ഹെജിമണി ആലോചിക്കണം. ഒരു സിസ്റ്റത്തിൻ്റെ ഹെജിമണിയാണ്. അതുപോലെ ആയുർവേദ മരുന്നുകളുടെ പേരിലും ഉണ്ട്, ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്രകാരം ഇത് കഴിക്കണം എന്ന്. അലോപ്പതി മരുന്നിൻ്റെ അകത്തൊക്കെ അമൃതമാണുള്ളത്. അതിൻ്റെ മുകളിലൊന്നും ഈ പറഞ്ഞ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പില്ല. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വേണ്ടത് ആയുർവേദത്തിൻ്റെ മേലും മറ്റുള്ള സിസ്റ്റത്തിൻ്റെ മേലുമാണ്. ആയുർവേദത്തിൻ്റെ വാദപിത്ത കഫ സങ്കല്പം ഒരു അന്ധവിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസമാണ്. വാദപിത്ത കഫ സങ്കല്പം എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസമാണ് എന്നാണ് നാം പഠിച്ചത്. നാം പഠിച്ചത് എന്ന് പറയുമ്പോൾ ആരാണ് പഠിച്ചത്? നമ്മുടെ BAMS ഡോക്ടർമാർ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു BAMS ഡോക്ടർ എടുത്ത് പോകുന്ന സമയത്ത്, ഒരു ആയുർവേദ ഡോക്ടർ എടുത്ത് പോകുന്ന സമയത്ത് അയാൾ വാദപിത്ത കഫം നോക്കിയിട്ടാണോ നിങ്ങൾ ചികിത്സിക്കൽ, അതോ അലോപ്പതിക്കാർ ചെയ്യുന്ന പോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കിയിട്ടാണോ? കഴുത്തിലൊരു സ്റ്റെത്തസ്കോപ്പ് തൂക്കിയിട്ടല്ലേ ചികിത്സിക്കാറ്? നാടി പിടിച്ച് രോഗം അറിയാൻ പറ്റുന്ന, രോഗനിദാനത്തെ അറിയാൻ പറ്റുന്ന വൈദ്യന്മാരുടെ ഒരു നാട്ടിൽ നിന്ന് അക്യുമെൻ, വൈദ്യൻ്റെ നിഷ്ഠ ഇല്ലാതെ ആവുന്ന സമയത്ത് അവൻ ആശ്രയിക്കേണ്ടുന്ന ഒരു ഉപകരണം, ആ ഉപകരണത്തെയാണ് അഭിമാനപൂർവ്വം കഴുത്ത് കെട്ടി തൂക്കി നടക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ കോൾഗേറ്റിൻ്റെയും ക്ലോസപ്പിൻ്റെയും ഒക്കെ പരസ്യം വരുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ കഴുത്തിലൊരു സ്റ്റെത്തസ്കോപ്പ് ഉണ്ടാവും. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഡെൻറ്റിസ്റ്റിൻ്റെ കഴുത്തിൽ സ്റ്റെത്തസ്കോപ്പ്. ഡോക്ടർ എന്ന് നമ്മൾ അടയാളപ്പെടുത്തണമെങ്കിൽ അയാളുടെ കഴുത്തിൽ ഒരു സ്റ്റെത്തസ്കോപ്പ് വേണം. ഒരു BP അപ്പാരറ്റസ് തുറന്നു വെക്കണം. നിങ്ങൾ ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി നോക്കും, അയാൾ വന്ന ഉടനെ BPയും പ്രഷറും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യും. ഇതിപ്പം മറ്റടുത്ത് പോയാൽ പോരെ? സുഹൃത്തെ, നിങ്ങൾ ചോദിക്കണ്ടേ, നിങ്ങളുടെ വാതജമാണോ, പിത്തജമാണോ, കബജമാണോ, നിങ്ങളുടെ ശരീരപ്രകൃതി എന്താണ് ചോദിക്കണ്ടേ?
വാദം അവരെ സംബന്ധിച്ച് വെറും കാറ്റാണ്, എയറാണ്. പിത്തം അവരെ സംബന്ധിച്ച് പ്ലമ്മാണ്. കഫം അവരെ സംബന്ധിച്ച് ബൈലാണ്. പിത്തം ബൈലാണ്, കഫം പ്ലമ്മാണ്. പക്ഷെ ചരകൻ വളരെ കൃത്യമായിട്ട് ഇതിനെ ബാലൻസ് മെറ്റബോളിസം ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാദം മൂവ്മെൻ്റ് ആണ്, പിത്തം മെറ്റബോളിസാണ്, കഫം ബാലൻസ് ആണ് എന്ന് വളരെ കൃത്യമായിട്ട് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് വാദം എയറാണ്. അത് BMSന്റെ സിലബസ് പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് ആയുർവേദം നമ്മൾ വലിയ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന സാധനം ഇന്ന് ഭാരതത്തിൽ ഇല്ലാതായിട്ട് ഏതാണ്ട് ബ്രിട്ടീഷ് ഭരണത്തോളം പഴക്കമുണ്ട്. ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറേ മരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഗുരുകുലു തിക്തകുണ്ട്, നമ്മുടെ കയ്യിൽ ചവനപ്രാശുണ്ട്, നമ്മളെ കയ്യിൽ ഒരുപാട് മരുന്നുണ്ട്. ആചാര്യന്മാർ ഇത്രയും വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ചരക സംഹിതയിൽ നിന്നും അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നും വാഗ്ഭടൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും സുശ്രുതൻ്റെ സംഹിതകളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ അതേ കേന്ദ്രീകരിച്ച് അതേ ചുറ്റിപ്പറ്റി ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നിനെയാണ് നമ്മളിപ്പോൾ ആയുർവേദം എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ മരുന്ന് ഈ അസുഖത്തിന് കൊടുക്കുന്നു എന്ന അറിവിന് എന്ത് സംഭവിച്ചു? എങ്ങനെ ഈ മരുന്നിലേക്ക് ഡിറൈവ് ചെയ്തു? വേർ ഇസ് ദ മെത്തഡോളജി? എവിടെ പോയി നമ്മുടെ രീതിശാസ്ത്രം? ഇതിലേക്ക് എത്തുന്ന മെത്തഡോളജി എവിടെ പോയി? നിങ്ങൾ പാരസിറ്റമോളിനെ ആണോ സയൻസ് എന്ന് വിളിക്കുന്നത്, അതോ പാരസിറ്റമോളിനെ കണ്ടുപിടിച്ച ആ രീതിശാസ്ത്രത്തിനെയോ? ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പാരസിറ്റമോളിനെയാണ് നിങ്ങൾ സയൻസ് എന്ന് വിളിക്കുന്നത്, തെറ്റാണ്. കാരണം പാരസിറ്റമോളിലേക്ക് എത്തുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മരുന്നുകളിലേക്കൊക്കെ എത്തിച്ചേർന്ന ആ വൈജ്ഞാനിക ധാരയ്ക്ക് എന്ത് സംഭവിച്ചു? അതിൻ്റെ മേലാണ് അടി. അതിനെയാണ് നശിപ്പിച്ചത്. അതിനെയാണ് നമ്മൾ റീക്ലെയിംമെൻ്റ് ചെയ്യേണ്ടത്, വീണ്ടെടുക്കേണ്ടത് നമ്മുടെ മെത്തഡോളജിയാണ്, നമ്മുടെ രീതിശാസ്ത്രത്തെയാണ്, നമ്മുടെ ഗവേഷണത്തെയാണ്. ആയുർവേദ കേന്ദ്രീകൃതമായ ആയുർവേദ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗവേഷണം ഇന്ന് രാജ്യത്ത് നടക്കുന്നുണ്ടോ? അതോ അലോപ്പതിയെ പോലെ രൂപം മാറിയ ആയുർവേദമാണോ നമുക്കുള്ളത്? അലോപ്പതൈസ്ഡ് ആയുർവേദ അഥവാ ബയോമെഡിക്കലൈസ്ഡ് ആയുർവേദ, അതാണോ ഒന്നുള്ളത്? അതാണ് ആയുർവേദത്തിന് സംഭവിച്ചത്. ബ്രൗൺ ഇംഗ്ലീഷ്മാൻ എന്ന പ്രയോഗം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ബ്രൗൺ ഇംഗ്ലീഷ്മാൻ എന്ന് പറഞ്ഞതുപോലെ ആയുർവേദ ഡോക്ടർമാരുണ്ടായി. നമുക്ക് വൈദ്യൻ എന്ന് വിളിച്ചാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ പോയിട്ട് വൈദ്യ എന്ന് വിളിച്ചാൽ കേസ് കൊടുക്കും. അയാൾ ഒരു സംശയമില്ല, കേസ് കൊടുക്കും. ഞങ്ങൾക്ക് ഡോക്ടർ എന്നുള്ള പേര് വേണ്ട, ഞങ്ങൾ വൈദ്യൻ എന്ന് പേര് വെച്ചോളാം എന്ന് പറയാൻ ധൈര്യവും ചങ്കൂറ്റവും ഉള്ള എത്ര ആയുർവേദ ഡോക്ടർമാരുണ്ട്? എന്തുകൊണ്ടില്ല? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ബ്രൗൺ ഇംഗ്ലീഷ്മാൻ, വേറെ ഒന്നുമല്ല, ബ്രൗൺ ഇംഗ്ലീഷ്മാൻ. അതിനൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും പറയല്ല, ആയുർവേദം പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വളരെ മനോഹരമായ രീതിയിൽ അതിനുവേണ്ടി തയ്യാറെടുത്ത് ആയുർവേദ വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ പോയി പഠിച്ച ആളുകൾ ഒരുപാട് എനിക്കറിയാം. അവരൊന്നല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ MBBS പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് പോയി ചേരാവുന്ന ഒന്നാണ് ആയുർവേദം. ഒന്നെങ്കിൽ ആയുർവേദം അതുപോലുള്ള കാര്യങ്ങൾ ആയുർവേദത്തിന് പോയി ചേരും. അതുകൊണ്ട് ഇവർ ഓൾറെഡി മനസ്സിൽ MBBSകാരാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദമായിപ്പോൾ. അത് പറയൂല, ഡോക്ടറിനെ പറയില്ല. എന്താ പ്രാക്ടീസ്? അത് പതുക്കെ പറയും, ആയുർവേദ കേട്ടോ എന്ന് പറയും. നാണം വേണ്ടേ? ഒരു വലിയ ഗ്ലോബൽ സമ്മേളനം നടത്തി ആയുർവേദത്തിൻ്റെ. ആ ആയുർവേദത്തിൻ്റെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. അദ്ദേഹം പറയാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിനിൽ നിങ്ങൾക്ക് വിശ്വാസം വേണമെന്ന്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഗ്ലോബൽ ആയുർവേദിക് മീറ്റിങ്ങിന് പോയിട്ട് ആയുർവേദ ഡോക്ടർമാരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിസിനിൽ നിങ്ങൾക്ക് വിശ്വാസം വേണത്രേ. വേറെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ഈ ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർമാർക്ക് അലോപ്പതിക്കാരുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം വേണമെന്ന് ഒറ്റ തവണയെ മോഡി പറയൂല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ സംവിധാനം എന്താണെന്ന്. നമുക്കത് അറിഞ്ഞുകൂടാ. ബ്രൗൺ ഇംഗ്ലീഷ്മാൻ. അതുകൊണ്ട് സർക്കാർ ഇതിനെ തുല്യപ്പെടുത്താൻ നോക്കി. ഒരിക്കൽ ന്യൂ മെഡിക്കൽ പോളിസിയൊക്കെ കൊണ്ടുവന്ന് ഒരു ബ്രിഡ്ജാക്കി അലോപ്പതിക്കാർക്കും ആയുർവേദം കൊടുക്കാം
അല്ല, ആയുർവേദക്കാർക്കും അലോപ്പതി മരുന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു. ആയുർവേദക്കാരൊക്കെ തുള്ളിച്ചാടിയില്ലേ സന്തോഷം കൊണ്ട്. അലോപ്പതി മരുന്ന് കൊടുക്കാനുള്ള അധികാരം കിട്ടുന്നതിന് അലോപ്പതി ഡോക്ടർമാരെ എതിർത്തേ പറ്റൂല, കാരണം അവർക്ക് ഇതിനെപ്പറ്റി വിവരമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമെന്ന്. ഞാൻ ചോദിക്കാം, അതെന്തൊരു മാനക്കേടാണിത്? ഞങ്ങളെ മരുന്ന് കൊടുക്കാൻ മാറിയിട്ടില്ല നിങ്ങൾ ജലൂസലാദി ലേഹ്യവും ഗുലുഗുലു തിക്തക എന്താ പറയുക ആസ്പിരിനാദി വടകമൊക്കെ കൊടുക്കുക. ഇനി പകരം അതാണോ ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ബ്രൗൺ ഇംഗ്ലീഷ് മാൻ വിദ്യാഭ്യാസത്തിൻ്റെ പദ്ധതിക്ക് മേലായിരുന്നു കടക്കലാണ് കത്തി വെച്ചത്. ആ കത്തി അവിടെ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല, മാറ്റാൻ നോക്കണം. ഇന്ന് വളരെ ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും MBBS ഡോക്ടർമാർ ഇനി മുതൽ ഭാരതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ചരകപ്രതിജ്ഞ എടുത്താൽ മതിയെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചരകപ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും ഹിപ്പോക്രാറ്റിക് ഓത്ത് തന്നെ എടുത്തുകൊണ്ടിരുന്നത്. കറക്റ്റാണ്, പേര് കറക്റ്റാണ്, ഹിപ്പോക്രാറ്റസായി ബന്ധമില്ലെങ്കിലും. ഹിപ്പോക്രാറ്റിൻ്റെ പേരിൽ ലോകം കണ്ട വലിയ വിഷഗ്വരനായിരുന്നു, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വൈദ്യത്തിന് ഭൈഷജ്യത്തിന് ഇന്നത്തെ അലോപ്പതി മറ്റ് യാതൊരു ബന്ധവുമില്ല. അതും വേറെ വിഷയം. അതിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഇന്നത്തെ ആയുർവേദമായിട്ടാണ്, അത് വേറൊരു കാര്യം. ആ ഹിപ്പോക്രാറ്റിൻ്റെ പേരിലായിരുന്നു ഇത്രയും കാലം നാം പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ പോലും. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ന് തീരുമാനിച്ചു ചരകപ്രതിജ്ഞ എടുത്താൽ മതി. ചരകപ്രതിജ്ഞ ചരകം പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഹിപ്പോക്രാറ്റ് പറഞ്ഞോ അല്ല അപ്പം പ്രതിജ്ഞ എടുക്കുന്നത്, പുതുതായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. ചരകപ്രതിജ്ഞ എന്ന് പേരേ ഉള്ളൂ, നമ്മളൊരു പുതിയ പ്രതിജ്ഞ എഴുതി ഉണ്ടാക്കും, പക്ഷേ അതിൻ്റെ പേര് ചരകപ്രതിജ്ഞ എന്നാണ്. ചരകപ്രതിജ്ഞ എടുക്കട്ടെ, ബ്രൗൺ ഇംഗ്ലീഷ്മാൻ അല്ലാതിരിക്കട്ടെ, ഹൃദയത്തിലെങ്കിലും തോന്നട്ടെ ഞാനൊരു ഭാരതീയനാണ് എന്ന്. വലിയൊരു മൂവ്മെൻ്റാണ്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആയുർവേദത്തിൻ്റെ മേലുള്ള അറ്റാക്ക്, സിദ്ധ സംവിധാനങ്ങളുടെ മേലുള്ള അറ്റാക്ക്, ആൽക്കമി, ലോകം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ലോഹവിദ്യ, ലോഹവേലകൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം. ലോകം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ലോഹ വിജ്ഞാനം ഭാരതത്തിലുണ്ടായിരുന്നു. മറ്റു വസ്തുക്കളെ സ്വർണമാക്കി മാറ്റുന്ന രസവിജ്ഞാനിയും രസതന്ത്രം, ആ പേര് തന്നെ രസതന്ത്രം എന്നാണ്. രസതന്ത്രം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണക്കാർ ചെയ്തുകൊണ്ടിരുന്ന സാധനമെന്ന് പറയാറുണ്ട്. വെറുതെ പറയുന്നതല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ ക്ലിയറായിട്ട് നാം ചിലപ്പോൾ ചില ആളുകളോട് വലിയ മാജിക് ഒന്നും കാണിക്കണ്ട എന്ന് പറയുന്നതിന് വെറുതെ പിത്തലാട്ടം കാണിക്കേണ്ടതാണ്. വലിയ പിത്തലാട്ടത്തിനൊന്നും വരണ്ട, പോടാ പിത്തലാട്ടക്കാരാ എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ പിത്തലാട്ടം? പിച്ചള എന്ന വസ്തുവിനെ ആടി സ്വർണ്ണമാക്കുന്ന രീതിയിൽ. അത് ലാടവൈദ്യന്മാരിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന, പിന്നീട് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട, വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ആയ സമയത്ത് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട അവർ വന്ന് റോഡിൻ്റെ സൈഡിലിരുന്നിട്ട് മറ്റു വസ്തുക്കളെ സ്വർണ്ണാക്കി മാറ്റുന്നുണ്ടായിരുന്നു. രസജലനിധി, രസചന്ദ്രിക, രാജവൈദ്യം എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പരാമർശങ്ങൾ കാണുന്നുണ്ട്. ഡൽഹിയിലെ ബിർള മന്ദിറിൽ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ടത്. ബിർള മന്ദിറിൽ ഒരു പ്ലേക്ക്, ഒരു മാർബിൾ പ്ലേക്ക് ഉണ്ട്. ആ മാർബിൾ പ്ലേക്കിൽ ഗാന്ധിജിയുടെ മുമ്പിൽ വെച്ച്, ഗാന്ധിജിയായിരുന്നു അതിൻ്റെ വിറ്റ്നസ്. ഗാന്ധിജി വിറ്റ്നസ് ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സംശയമില്ല. കാരണം രാജാ ഹരിശ്ചന്ദ്രന് ശേഷം ഭാരതം സത്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കിയിട്ടുള്ള ഗാന്ധിയാണ്. ഗാന്ധിയുടെ മുന്നിൽ വെച്ച് ഒരു സിദ്ധയോഗി, ഈ പറയുന്ന ഒരു യോഗി, ഒരു ബേസ് മെറ്റലിനെ സ്വർണ്ണമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്ന രേഖ ബിർള മന്ദിറിൻ്റെ പ്ലേക്ക്, ഒരു മാർബിൾ പ്ലേക്ക്. ഇന്നും ഡൽഹിയിൽ ബിർള മന്ദിറിലെ പ്ലേക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെ പോയി അതൊക്കെ അന്ധവിശ്വാസവും തട്ടിപ്പുമായിട്ട് മാറി. എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, അവൾ വർക്ക് ചെയ്തിരുന്നത് ഭസ്മങ്ങളുടെ മേലെയായിരുന്നു. ഭസ്മങ്ങൾ, നീറ്റ് ഭസ്മം, പല ഭസ്മങ്ങൾ. ആ ഭസ്മങ്ങളുടെ മേലുള്ള വിദ്യാഭ്യാസം, ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവൾ തങ്കഭസ്മം തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയ സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, ആൽക്കമിയെക്കുറിച്ച് എന്തെങ്കിലും റെഫറൻസ് കണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ആൽക്കമിയെക്കുറിച്ച് റെഫറൻസ് ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ട്, പക്ഷെ അതൊക്കെ തട്ടിപ്പാണ്, അതൊന്നും നടക്കൂലെന്ന്. സ്വർണ്ണമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് ഏറ്റവും മനോഹരമാക്കുക എന്നാണ് അത്ര അർത്ഥം. സ്വർണ്ണം ഒരിക്കലും നമുക്ക് ആക്കാൻ പറ്റില്ല. നോക്കൂ, സ്വർണ്ണമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മെറ്റൽ രസമാണ്, മെർക്കുറിയാണ്. മെർക്കുറിയുടെ ആറ്റോമിക് സംഖ്യയും സ്വർണത്തിൻ്റെ ആറ്റോമിക സംഖ്യയും തമ്മിൽ എത്ര നമ്പർ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. എത്ര നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്. പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള അറിവുണ്ടാവുന്നതിന് മുമ്പ് രസമാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്നുള്ള ചിന്ത വളരെ വിപുലമായ രീതിയിൽ ഭാരതത്തിലുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് വെറുതെ പല വേദികളിലും ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കാറ്, നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? സ്വർണ്ണം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ
രസചന്ദ്രിക രാജവൈദ്യം എന്ന് പറയുന്ന ഒരു മഹാകൃതിയെ ആസ്പദമാക്കിയിട്ട് രസത്തെ ഞാൻ വേർതിരിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ ചെയ്തില്ല, കുറച്ച് കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ചെയ്തു വെച്ചത്, ഏതെങ്കിലും ഒരു വേദിയിൽ ഇത് പറഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പം ആരെങ്കിലും എന്നെ വന്ന് ചോദ്യം ചെയ്യും, ഇതൊക്കെ നിങ്ങൾ പറയല്ലാതെ ചെയ്തു നോക്കിയിട്ടുണ്ടോ, നടക്കും അതൊക്കെ നടക്കും എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ 40 ml രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം, ആർക്ക് വേണം അതിൻ്റെ പ്രോസസ്സും പറഞ്ഞുതരാം. സ്ഥാലീപുലാക ന്യായം, അരി വെന്തോ നോക്കാൻ എല്ലാ വറ്റും ഞെക്കി നോക്കണ്ട, ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അതുകൊണ്ട് ഋഷി പറഞ്ഞത് തെറ്റല്ല എന്ന ബോധ്യം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടി അതിൻ്റെ കൂടെ പറയാം. രസം സ്വർണ്ണമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനൊരു ഭൂനാഗ സത്ത് എന്നാണ്. ഭൂനാഗം എന്ന് പറഞ്ഞാൽ മണ്ണിരയാണ്. മണ്ണിരയുടെ സത്താണ്. ഇവിടെ ചിലപ്പോൾ സിദ്ധവൈദ്യന്മാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയായിരിക്കും. മണ്ണിരയുടെ സത്ത്, മണ്ണിരയെ പിടിക്കുക. മണ്ണിര കൃഷി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഭൂനാഗ കൃഷി ചെയ്യുന്നതിനൊക്കെ കുറിച്ച്. കൃഷി പറഞ്ഞാൽ മണ്ണിരയെ ഒരു സ്ഥലത്ത് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് അതിനെ ഒന്നായി എടുത്ത് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് കൊല്ലണം കേട്ടോ. ചുണ്ണാമ്പ് വെള്ളത്തിൽ അഹിംസാവാദികൾ വിഷമിക്കരുത്. ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് സംസ്കരിച്ച് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ശുദ്ധീകരിച്ചെടുക്കുന്ന സമയത്ത് ചെമ്പ് കിട്ടും എന്നാണ് പറയുന്നത്. ചെമ്പ്, കോപ്പർ. എങ്ങനെ മനസ്സിലായി ഈ ജീവിൻ്റെ മേലെ ചെമ്പുണ്ടെന്ന്? ഞാനിതൊരു ആളോട്, ഒരു പ്രൊഫസറോട് പറഞ്ഞ സമയത്ത് അയാൾ എന്നോട് പറയാണ്, അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അയക്കുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നെടുത്ത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ബാലിശമായ മറുപടിയാണത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന എലി മുതൽ നീലത്തിമിംഗലത്തിനെ വരെ എടുത്ത് വറുത്ത് നോക്കേണ്ടി വരും, അതിൻ്റെ അകത്ത് കോപ്പർ ഉണ്ടോയെന്ന് അറിയാൻ. അത്രമാത്രം പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് വളരെ കൃത്യമായി മണ്ണിര എന്ന് പറയുന്ന ജീവിയുടെ മേൽ കോപ്പർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഭാരതത്തിൻ്റെ ഋഷിയുടെ മെത്തഡോളജി എന്താണ്? എന്ത് മെത്തഡോളജി കൊണ്ടാണ് ഈ ജീവിയിൽ ഇതുണ്ട്? എന്ത് മെത്തഡോളജി വെച്ചാണ് ഈ മരുന്ന് ഈ അസുഖത്തിന് ഈ ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാം എന്ന് തീരുമാനിച്ചത്? ഈ പറയുന്ന ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ആ മെത്തഡോളജിക്ക് മേലെയായിരുന്നു അറ്റാക്ക്. നമുക്ക് എവിടെയെങ്കിലും റീക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ മെത്തഡോളജിയാണ് നമ്മൾ റീക്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാതെ ആയുർവേദത്തിൻ്റെ കീഴിൽ നമ്മൾ വീരസ്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആയുർവേദം എന്നൊരു സാധനം ഇന്ന് ഭാരതത്തിലുണ്ടോ എന്ന് ഞാൻ അതീവ സംശയത്തിലാണ്. മെറ്റലർജി, ലോഹവേലയ്ക്ക് സംഭവിച്ച് ഞാൻ പറഞ്ഞു. ശില്പകലയ്ക്ക് സംഭവിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് നമ്മുടെ ശില്പകലയ്ക്ക് സംഭവിച്ചത്? ലോകത്തെ ഏറ്റവും മികച്ച ശില്പകല എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നില്ല? മധുരയും പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ പറയുന്ന വലിയ 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 ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ ശില്പത്തിൻ്റെ മാർവൽ എന്തുകൊണ്ട് പിന്നെ കാണാൻ പറ്റുന്നില്ല? എവിടെ പോയി അതൊക്കെ? നമുക്ക് അഭിമാനിക്കാൻ മധുരയുണ്ട്, നമുക്ക് അഭിമാനിക്കാൻ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട്, കൊണാർക്കുണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ മറ്റൊരു കൊണാർക്ക് എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മറ്റൊരു മധുര എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അത് ഉണ്ടാക്കാനുള്ള കണക്കും അളവും ഒക്കെ എവിടെ പോയി? എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നടപ്പിലാക്കി, അത് തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതോടുകൂടെ ശില്പകലയുടെ കാര്യത്തിലൊരു തീരുമാനമായി. BAMS നടപ്പിലാക്കിയതോടുകൂടെ ആയുർവേദത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. BSMS നടപ്പിലാക്കിയതോടുകൂടെ സിദ്ധയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ദേ ആർ ക്രിയേറ്റിംഗ് ബ്രൗൺ ഇംഗ്ലീഷ്മാൻ. അതുകൊണ്ട് രാഷ്ട്രത്തിൽ ഈ പറയുന്ന സ്വാഭിമാനമില്ലാത്ത ജനത ഉണ്ടായി. താൻ പഠിക്കുന്ന അറിവ്, താൻ മനസ്സിലാക്കിയ അറിവിൽ സ്വാഭിമാനമില്ലാത്തൊരു ജനത. ആ ജനതയോടാണ് പ്രധാനമന്ത്രി ചോദിച്ചത്, നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. അതുതന്നെയാണ് കൃത്യം. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇപ്പോൾ ആസാദിക്ക് അമൃത മഹോത്സവം നടക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരമായിരുന്നില്ല അത് എന്നുള്ളതാണ്. ബ്രിട്ടനെതിരെ ആയിരുന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടൻ നമ്മുടെ ശത്രുവല്ല, നമ്മുടെ ശത്രു നമ്മളാണ്. ആത്മേവരിപുരാത്മന എന്ന് കൃഷ്ണൻ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം, സ്വാഭിമാനം നഷ്ടപ്പെട്ട ജനതയായിരുന്നു ഇതിൻ്റെ ശത്രു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, അത് തീവ്രവാദികളായിട്ടുള്ള ബാലഗംഗാധര തിലകനാവട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആവട്ടെ, ലജ്പത് റായ് ആവട്ടെ, ഷഹീദ് ഭഗത് സിംഗ് ആവട്ടെ, ക്രാന്തിവീർ വിനായക് ആവട്ടെ, ആരും ആവട്ടെ, ഇവരെല്ലാം നടത്തിയിട്ടുള്ളത് സ്വാഭിമാനത്തെ വീണ്ടെടുക്കാനാണ്. സ്വാഭിമാനത്തെ, സ്വന്തം അഭിമാനത്തിൽ ബോധ്യമില്ലാത്ത ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു ജനതയെ അതിൽ നിന്ന് മുക്തമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഐഡന്റിറ്റി ക്രൈസിസിലായിരുന്നു നമ്മളെങ്കിൽ എത്ര സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കാര്യമില്ല, അത് അവിടെ കൊണ്ടേ വെക്കും.
നിങ്ങളൊന്ന് ഞങ്ങളെ ദയവായി ഭരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ബ്രിട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചാൽ മതിയായിരുന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇതിലും ഭേദം ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ജനത ഉണ്ട്, പറയാറുണ്ട്. എഡ്യൂക്കേഷൻ തന്നത് അവരാണ്. എന്ത് എഡ്യൂക്കേഷൻ? നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ. ഇവർ ഭരിക്കാൻ സ്ഥലത്തൊന്നും എഡ്യൂക്കേഷൻ ഉണ്ടായില്ലേ? ഇതാണ് ചോദ്യം. ടെക്നോളജി തന്നവരാണ്. രാജ്യം മുഴുവൻ റെയിൽപാളായിട്ട് എന്തിനാണ്? ലൂട്ട് എളുപ്പത്തിലാക്കാൻ, കട്ടുകൊണ്ടുപോകാൻ എളുപ്പമാക്കാൻ. ഇവർ ഭരിക്കാൻ സ്ഥലത്തൊന്നും ട്രെയിൻ വന്നില്ലേ? കടൽ തീരം വരെ നീളത്തിൽ പാളം വലിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട സ്വത്തുക്കളെല്ലാം ശശി തരൂർ ഡാർക്ക് ഇറ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഡാർക്ക് ഇറയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൻ്റെ GDPയുടെ 27% കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം ബ്രിട്ടൻ അവസാനിപ്പിച്ചു പോകുമ്പോൾ 1.5% കൂപ്പൂത്തിന്ന സമ്പന്നമായ ഒരു രാജ്യത്തെ എല്ലാവിധ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൊള്ളയടിച്ചു, മനോഹരമായി കൊള്ളയടിച്ചു. എന്നിട്ട് അതിൻ്റെ വീരസ്യം നമ്മളും പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അറിയാം, എൻ്റെ വീട്ടിലൊരു കള്ളൻ കക്കാൻ വന്നു. അവൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ സ്വത്തും എടുത്തുകൊണ്ട് പോയി. കോണി മാത്രം അവിടെ ചാരി വെച്ചിട്ട് പോയി. അപ്പം ഞാൻ രാവിലെ എണീറ്റ് പറയാം, മഹാനായ കള്ളൻ കോണി മാത്രം അവിടെ വെച്ചിട്ട് പോയല്ലോ, കോണി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താക്കും എന്ന് പറയുന്ന അത്രയും ബാലിശാണത്. ശരിയാണ്, മറ്റു പല കാര്യങ്ങളിലും ഈ പറയുന്ന പോലുള്ള ഏകീകരണം ഉണ്ടാവാനും മറ്റു പല കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേലും എഡ്യൂക്കേഷൻ്റെ മേലും ഒക്കെ നമുക്ക് അഭിമാനിക്കാൻ യാതൊരു വകയില്ല. അതെല്ലാം നമ്മെ കൊള്ളയടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന് മാത്രമല്ല, കൊള്ളയടിക്കലിനെ വേഗത്തിലാക്കുക മാത്രമാണ് ചെയ്തത്. അവർ കൊള്ളയടിക്കപ്പെട്ടതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയാം, ഇപ്പം ഈ കുറച്ച് കാലമായിട്ട് നമ്മളെ അടുത്തുനിന്ന് കൊള്ളയടിക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആൻറ്റിക് പീസുകളായിട്ട് 38,000 കോടിയാണ് അത്ര സർക്കാർ അതിന് വേണ്ടി ചിലവാക്കുന്നത്. 38,000 crore. എന്തിനാണ്? നമ്മൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, നമ്മൾ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്തിനാ? അത് പട്ടിണി മാറ്റിയാൽ പോരെ? പട്ടിണി മാറ്റാം, പക്ഷെ സ്വാഭിമാനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ആരാധിച്ചിരുന്നൊരു വസ്തു എൻ്റെ സ്വാഭിമാനത്തിൻ്റെ ഭാഗമാണ്. ആ സാധനത്തെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. കോഹിനൂരൊക്കെ കൊണ്ടുപോയതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എലിസബത്ത് രാജ്ഞിയെ എപ്പോഴെങ്കിലും TV കാണുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ കോഹിനൂർ രത്നം ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. ഉളുപ്പില്ലാതെ അതും വെച്ച് നടക്കുന്നത് ഇങ്ങനെ കാണാം. കട്ട് കൊണ്ടുപോയ മുതലേ നെറ്റിയിൽ പതിച്ചിട്ട് ലോകത്തിൻ്റെ രാജ്ഞിയാണ്. നാണം വേണ്ട. ഇങ്ങനെ എത്ര 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 സാധനങ്ങളാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. ഇവിടുത്തെ അറിവിനെ, ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസത്തെ എല്ലാം ദിനം പ്രതി എന്നുള്ള പോലെ കടത്തിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം കേവലം ഒരു സ്വാതന്ത്ര്യ സമരം, മറ്റു രാജ്യങ്ങളിൽ ഇറ്റ് വാസ് നോട്ട് എ ഫ്രീഡം മൂവ്മെൻറ്റ്. അതൊരു ഫ്രീഡം മൂവ്മെൻറ്റ്, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. സ്വാതന്ത്ര്യം എന്ന കാര്യം പറയുമ്പോൾ തന്നെ ബാലഗംഗാധര തിലകൻ പറയുന്നത് എൻ്റെ ജന്മാവകാശമാണെന്നാ. ആരും തരുമൊന്നും വേണ്ട, നിങ്ങളെനിക്ക് സ്വാതന്ത്ര്യം തരണ്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം തന്നത്രേ. അതെങ്ങനെ ഇവർ തരിക? ഇവർക്ക് തരാൻ പറ്റുന്ന ഒന്നല്ല അത്. എൻ്റെ സ്വതസിദ്ധമായ എൻ്റെ ജന്മാവകാശത്തെ ഞാൻ റീക്ലെയിം ചെയ്യുക ചെയ്യുന്നത്. സ്വത്വബോധത്തെ വീണ്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വത്വബോധത്തെ വീണ്ടെടുക്കുന്നതായിരുന്നു ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊരുള് പോലും. ആ സ്വത്വബോധത്തെയാണ് നാം വീണ്ടെടുത്തത്. വി ആർ ബ്രൗൺ ഇംഗ്ലീഷ്മെൻ എന്ന് പറഞ്ഞ ഒരു ജനതയിൽ നിന്ന് ഒരുപാട് കാലത്തെ ത്യാഗികളുടെ, ഋഷീശ്വരന്മാരുടെ, മഹത്തുക്കളുടെ, സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ, ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് സ്വാഭിമാനം ഉണ്ടായി വന്നു. ഭാരതത്തിൻ്റെ യുവത്വത്തിൻ്റെ ഇടയിൽ സ്വാഭിമാനം ഉണ്ടായ സമയത്താണ് ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാഭിമാനം ഉണ്ടായ മൊമെൻറ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാഭിമാനം ഇല്ലാതെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അരവിന്ദൻ, ബാലഗംഗാധര തിലകൻ, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ത് കാര്യത്തിനാണോ ഭാരതത്തിൽ നടപ്പിലാക്കിയതിന് അതിന് തികച്ചും വിരുദ്ധമായി ഭാരതത്തിൻ്റെ രാഷ്ട്രചേതനയെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതേ ആയുധത്താൽ തിരിച്ചടിക്കുക ചെയ്തിട്ട്. ഇന്നെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വേറെ വിഷയമാണ്, അതിലേക്ക് പോവാം. അതാണ് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്താണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രചേതനയിൽ സ്വാഭിമാനം ഉണ്ടായ സമയത്താണ് സ്വാതന്ത്ര്യം ഉണ്ടായത്. സ്വത്വത്തെക്കുറിച്ചുള്ള അഭിമാനമാണ് സ്വാഭിമാനം. സ്വന്തം തന്ത്രമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത്രമാണ്.
പരൻ്റെ തന്ത്രത്തിൽ ജീവിക്കുന്നതിനെയാണ് പാരതന്ത്ര്യം എന്ന് പറയുക. സ്വതന്ത്രരായി ജീവിക്കുക, സ്വന്തം തന്ത്രത്തിൽ ജീവിക്കുക, സ്വന്തം ഇടത്തിൽ ജീവിക്കുക, തൻ്റേടികളായിട്ട് ജീവിക്കുക. ആ തൻ്റേടികളായി ജീവിക്കാനുള്ള കെൽപ്പാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ബ്രൗൺ ഇംഗ്ലീഷ്മാൻ ആണ് എന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്ന, എനിക്ക് ഇന്ത്യയുമായി ഒരു ബന്ധമില്ലാന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്ന മദൻലാൽ ദിങ്കറെ പോലുള്ള, ദിങ്കറയൊക്കെ അഭിമാനിച്ചിട്ടുണ്ട് ഞാനൊരു ബ്രൗൺ ഇംഗ്ലീഷ്മാൻ ആണെന്ന്, ഡയറ കൊല്ലം പോകുന്നതിന് മുമ്പ് വരെ. പിന്നീടാണ് അദ്ദേഹത്തിന് ആ മാറ്റം ഉണ്ടാവുന്നത്. അവിടെ നിന്ന് 1930 ഭാരതത്തിന് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടി. ഭാരതത്തിന് കിട്ടിയില്ല, ബ്രിട്ടീഷ് ഇന്ത്യക്ക് കിട്ടി. ബ്രിട്ടീഷ് ഇന്ത്യക്ക് നൊബേൽ പ്രൈസ് കിട്ടി. CV രാമനാണത് കിട്ടിയത്. CV രാമൻ ആ പുരസ്കാര വേദിയിൽ, ലോകത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് നൊബേൽ പ്രൈസ് എന്നാണ് വെപ്പ്. ആ പുരസ്കാര വേദിയിൽ വെച്ച് അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് വിതുമ്പിക്കരഞ്ഞു. ആ കരഞ്ഞത് എൻ്റെ രാഷ്ട്രത്തിൻ്റെ കൊടി ഞാനിരിക്കുന്ന കസേരയുടെ മേലില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണത്. 1930 സംഭവിക്കുന്നത്. 1947 വരെ സ്വന്തമായ അസ്തിത്വമില്ലാത്ത ഒരു ജനത ആണ് ഞങ്ങൾ എന്ന് അഭിമാനിക്കാതിരുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ CV രാമനെ പോലുള്ള ഒരാൾ ഉയർന്നു വരികയും അയാൾ പറയാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ കൊടി ഞാനിരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മേലെ ഇല്ല എന്ന് ഓർത്ത് എനിക്ക് കരച്ചിലടക്കാൻ പറ്റില്ല. എൻ്റെ നൊബേൽ പ്രൈസ് എന്താ പറയുക, അതിന് ശോഭ കെട്ടുപോയി എന്ന് പറയാം. ആലോചിച്ച് നോക്കണം. ഇത്രയും നാളത്തെ സ്വാഭിമാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 1930 ആകുമ്പോഴേക്ക് CV രാമൻ അത്രയും ഒരു ചിന്ത ഉണ്ടാവും. നോക്കൂ, അങ്ങനെയുള്ള സ്വാഭിമാനികളായിട്ടുള്ള യുവാക്കൾ ഉണ്ടായി വന്ന സമയത്താണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം എന്ന സങ്കല്പം പൂർത്തിയായത്, യാഥാർത്ഥ്യമായത്. ഇത്രയും ചരിത്രമാണ്. നമ്മുടെ വിഷയം ഗുരുത്വം വീണ്ടെടുക്കുന്ന നവഭാരതം. ഗൗരവമാണ് ഗുരുത്വം. ഗുരോസ്യ ഭാവം ഗൗരവം. ഗൗരവമില്ലാത്തൊരു ജനതയ്ക്ക് ഗുരുത്വമില്ല. ഭാരതം എന്ന രാഷ്ട്രം ഇവിടുത്തെ ജനതയാണ്. സ്വാഭിമാനമില്ലാത്ത, സ്വന്തം സ്വത്വത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത, അറിവില്ലാത്ത ജനത. എന്തറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടാത്തത് എന്ന് പറഞ്ഞത്? എന്താണ് അറിയേണ്ടത്? നിന്നെയാണ് അറിയേണ്ടത്. നീ ആരാണ് അറിഞ്ഞാൽ നിനക്ക് മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല എന്ന് ഉദാലകൻ ശ്വേതകേതുവിനോട് പറഞ്ഞ ആ അറിവില്ലാത്ത ജനത എങ്ങനെയാണ് ഗുരുത്വത്തിലേക്ക് വരുന്നത്? ചോദ്യമാണ്. ആ അറിവാണ് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുള്ളത്. പുതിയ കാലത്ത് 2018 മുതൽ ഏതാണ്ട് 2055 വരെ നീണ്ടു നിൽക്കുന്നൊരു പ്രതിഭാസമുണ്ട് എന്നാണ് ജനസംഖ്യാ കണക്കെടുപ്പുകാരൊക്കെ പറയുന്നത്. ഡെമോഗ്രഫിക് ഡിവിഡൻറ്റ് എന്നാണ് അതിന് പറയുക. ഏതാണ്ട് 55 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭാരതത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. അത് മറ്റൊന്നുമല്ല, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ യുവാക്കളുടെ ജനസംഖ്യാ കണക്ക് പ്രകാരം നാം ലോകത്ത് ഏറ്റവും മുന്നിലാണ് എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ വൃദ്ധരായി കഴിഞ്ഞിരിക്കുന്നു. ഭാരതമാണ് യുവാവ്. ഗുരോസ് അല്ലേ? ഗുരുസങ്കല്പത്തിൽ ഗുരോർ യുവ വൃദ്ധ ശിഷ്യ. ഗുരു യുവാവാണിപ്പോൾ, ശിഷ്യന്മാർ വൃദ്ധർ. നാം അറിവ് കൊടുക്കേണ്ടതായിട്ടുള്ള ജനത വൃദ്ധരായി കഴിഞ്ഞിരിക്കുന്നു. മറ്റു ലോകരാജ്യങ്ങളൊക്കെ വൃദ്ധരായി കഴിഞ്ഞിരിക്കുന്നു. ഭാരതം അതിൻ്റെ യുവത്വത്തിൻ്റെ ദിശയിലാണ്. ഏതാണ്ട് 55 കൊല്ലത്തോളം ഈ പ്രതിഭാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു കണക്ക്, സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് പറയുന്ന കണക്കാണ്. പക്ഷേ ആ ദക്ഷിണാമൂർത്തി കൽപ്പനയിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയാത്. ഗുരുവിൻ്റെ മൗനമാണ് വ്യാഖ്യാനം. മൗനം ഉള്ളവനാണ് ഗുരു. മൗനേനാണ് ഗുരു, മുനിയാണ് ഗുരു. ആത്മവിദ്യയിൽ അഭിരമിക്കുന്നവനെയാണ് നാം ഗുരു എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരാളെ മാത്രമേ ഗുരു എന്ന് വിളിക്കാൻ പറ്റൂ. ആത്മവിദ്യയിൽ അഭിരമിക്കുന്ന മൗനേയന്മാരായിട്ടുള്ള മുനികളായിട്ടുള്ള ഗുരു. അങ്ങനെയുള്ള ഗുരു ആരാണ്? യുവാവാണ്. യുവാവായ ഗുരു, മൗനിയായ ഗുരു എന്നുള്ള രണ്ട് സങ്കല്പത്തിൽ ആലോചിക്കുമ്പോൾ ഭാരതം യുവാവാണ്. പക്ഷേ നമ്മുടെ യുവാക്കൾ മൗനേയരും മുനിമാരുമാണോ എന്നുള്ളതാണ് ചോദ്യം. ആത്മവിദ്യയുടെ തലത്തിൽ നിന്ന്, ആധ്യാത്മികതയുടെ തലത്തിൽ നിന്ന് അവരെത്രത്തോളം
പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കാൻ ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട, ഈ വേദിയിൽ നിന്നാൽ മതി. 110ാമത്തെ ചെറുകോൽപ്പുഴ കൺവെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. 110 വർഷത്തെ കണക്കെടുത്താൽ എത്ര യുവ പ്രഭാഷകന്മാർ ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്? തുലവും തുച്ഛമായിരിക്കും. എനിക്കിപ്പോൾ പറയാൻ പറ്റും, തുച്ഛമായിരിക്കും. എത്ര യുവാക്കൾ പ്രഭാഷണം കേൾക്കാൻ വന്നിട്ടുണ്ട്? നമ്മുടെ ക്ഷേത്ര പ്രഭാഷണത്തിന്, ആധ്യാത്മിക പ്രഭാഷണത്തിന് എത്ര യുവാക്കൾ, കുട്ടികൾ പോവാറുണ്ട്? നമ്മുടെ ആധ്യാത്മികമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ യുവത മുന്നിലുണ്ടോ ഇല്ലേ? ചോദ്യമാണ്. നാം ആത്മവിമർശനപരമായി ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ യുവാവായിരിക്കുന്ന ഭാരതം ഗുരുത്വത്തെ വീണ്ടെടുക്കുന്നുണ്ട്? ഗുരുത്വത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ യുവത്വത്തെ വീണ്ടെടുക്കുക എന്നാണ്. ഗുരു എപ്പോഴും യുവാവാണ്. ആ യുവാവ് ആധ്യാത്മികതയുടെ നിറവിൽ നിൽക്കണം എന്നാണ്. ആ ആധ്യാത്മവിദ്യ അവരിലേക്ക് എത്തുന്നുണ്ടോ? എത്തുന്നില്ലെങ്കിൽ ആരാണ് അതിന് കാരണക്കാർ? എത്തിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ? എത്തിക്കാനുള്ള ഭാഷ എന്താണ്? എത്തിക്കാനുള്ള ടെക്നോളജി എന്താണ്? എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, മെത്തഡോളജി എന്താണ്? ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ യുവജനതയിലേക്ക് ആധ്യാത്മവിദ്യയെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, അവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി, അവരുടെ ചിന്താരീതി അനുസരിച്ച് കൊടുക്കാനുള്ള ഒരു മെത്തഡോളജി നാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. പോപ്പുലേഷൻ, ജനസംഖ്യ അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു നദിയാണ്, ഒരു സരിത്താണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഡൈനാമിക്, ആ വാക്ക് വളരെ കൃത്യമാണ്. ഭയങ്കര ഡൈനാമിക്കാണ്. ഭയം ഉണ്ടാക്കുന്ന തരത്തിൽ ഡൈനാമിക്കാണ്, ചടുലമാണ്, ചലനാത്മകമാണ്. ആ സമയത്ത് നമ്മൾ ചലിക്കാത്ത ജഡത്വമുള്ള പ്രവർത്തനമായിട്ട് പോയാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യുവത്വത്തെ കയ്യിലെടുക്കാൻ പറ്റുക? ചോദ്യങ്ങളാണ്. നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മുടെ യുവതലമുറ വളരെ മികച്ച തലമുറയാണ്, ഏറ്റവും മികച്ച തലമുറയാണ്. മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. ദൈക്ഷണികതയുടെ ഉന്നത മേഖലകളിൽ വിരാജിക്കുന്നവരാണ്. വൈജ്ഞാനിക സമ്പത്തുള്ളവരാണ്. ഇൻഫർമേഷൻ ഓവർലോഡഡാണെന്നുള്ളൂ. ഇൻഫർമേഷൻ കൂടുതലാണ്, പണ്ട് കുറവായിരുന്നു. ഇപ്പോൾ ഓവർലോഡഡാണ്, വിരൽത്തുമ്പിലാണെല്ലാം. എന്തൊരറിവാണ്! പല വിഷയങ്ങളിലും എന്തൊരറിവാണ്! പക്ഷേ പത്രങ്ങളിൽ നോക്കിയാൽ നല്ലൊരു വിഭാഗം ആളുകൾ ഇമോഷണലി ഇല്ലിറ്ററേറ്റാണ്, വൈകാരിക സാക്ഷരത ഇല്ലാത്തവരാണ്, സ്പിരിച്വലി ഇല്ലിറ്ററേറ്റാണ്, ആത്മീയ നിരക്ഷരരാണ്, ആത്മത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. ആത്മത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ അനാചാരത്തിലും അന്ധവിശ്വാസത്തിലൊക്കെ പോയി കുടുങ്ങും. അത് വേറെ കാര്യം, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു ശതമാനം യുവാക്കൾ അന്ധവിശ്വാസികളാണ്, യഥാർത്ഥത്തിലുള്ള ആത്മാന്വേഷികളല്ല. ഇതൊക്കെ എന്ത് കണക്കിൻ്റെ പേരിലാന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ആളുകളുടെ ഒരു കണക്ക് എടുത്തിട്ടാട്ടോ പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും കാലം പരിചയപ്പെട്ട് സംസാരിച്ചിട്ടുള്ള, എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഡേറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു യുവത, എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നൊരു യുവത. ബൈബിളിൽ ഒരു കോട്ടുണ്ട്, വളരെ പ്രസക്തമായൊരു കോട്ടാണത്. ഒരുവൻ എല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുവൻ എല്ലാം നേടിക്കഴിഞ്ഞു, പക്ഷെ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് കാര്യം എന്നുള്ളതാണ് ചോദ്യം. ആ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു യുവതയാണോ വളർന്നു വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് വൈജ്ഞാനികതയുടെ, ദൈക്ഷണികതയുടെ എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന അതേ സമയത്ത് നമുക്ക് ആത്മവിദ്യയുടെ മേഖലകളിലേക്കും കൂടെ അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഉണ്ട്. ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് സംഘാടകരുണ്ട്. 110 വർഷമായി മഹത്തരമായിട്ടുള്ളൊരു വേദിയാണ്, ലോകം ശ്രദ്ധിക്കുന്നൊരു വേദിയാണ്. എൻ്റെ ഒരു അഭ്യർത്ഥന, പ്രാർത്ഥന, ആഗ്രഹം, ഇനി വരുന്നൊരു 10-20 വർഷത്തേക്ക് ഇതിൻ്റെ ബാറ്റൺ യുവാക്കൾക്ക് കൈമാറണം എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ നടത്തട്ടെ, പ്രഭാഷകർ വരട്ടെ, കുട്ടികൾ വരട്ടെ, അവരവരുടെ രീതിയിൽ ഈ ചെറുകോൽപ്പുഴ സമ്മേളനത്തെ കൊണ്ടുപോട്ടെ. മീനച്ചിലാവട്ടെ, ചെറുകോൽപ്പുഴയാവട്ടെ തുടങ്ങിയ സമ്മേളനങ്ങളെ യുവാക്കൾ മുന്നിൽ വന്ന് നടത്തട്ടെ. യുവാക്കളെ ഏൽപ്പിക്കുക, നമ്മൾ ഗൈഡൻസ് കൊടുത്താൽ മതി, നമ്മൾ പുറകെ നിന്നാൽ മതി, നമ്മളവർ വീഴാതെ പിടിച്ചാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന
മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഗുരുത്വം വീണ്ടെടുക്കുന്ന ഭാരതം യുവത്വമാണ് വീണ്ടെടുക്കുന്നത്. ആ യുവത്വം ആത്മനിഷ്ഠമായ ആധ്യാത്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള യുവത്വമല്ല എങ്കിൽ ഭാരതത്തിന് ജഗദ്ഗുരു സ്ഥാനം എന്നൊന്ന് ഇനിയും അവകാശപ്പെടാൻ അർഹതയില്ല. അതുകൊണ്ട് യുവത്വം, കാലത്തിൻ്റെ നിയതിയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഭാരതം യുവാവായി കഴിഞ്ഞിരിക്കുകയാണ്. ഭാരതം ഇപ്പോൾ യുവാവാണ്. യുവജനങ്ങളുടെ ജനസംഖ്യയാണ് ഏറ്റവും അധികം ഉള്ളത്. ആത്മനിഷ്ഠമായ ആധ്യാത്മികതയിൽ ഊന്നി നിന്ന ഭൗതികതയുടെ ലോകത്ത് അഭിരമിക്കുന്ന അതേ സമയത്ത് ആധ്യാത്മിക നിഷ്ഠയുള്ള, ആധ്യാത്മിക അറിവുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ ഇതുപോലുള്ള സമ്മേളനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും സമയം ഗുരുത്വം വീണ്ടെടുക്കുന്ന ഭാരതം എന്ന വിഷയത്തെ ഊന്നി നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പത്തെയും നമ്മുടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലെ മൗനിയായ ഗുരുവും വൃദ്ധരായ ശിഷ്യന്മാരും ആ ഗുരു മൗനമായി വിദ്യ അവർക്ക് പകർന്നു കൊടുക്കുന്ന സങ്കല്പത്തെ പറ്റിയുമൊക്കെ വളരെ വിശദമായി സംസാരിച്ച് ഗുരുത്വം വീണ്ടെടുക്കുന്ന ഭാരതം നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകങ്ങളെ ഭാരതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതും ചരകസംഹിത പിറന്നു വീണ ഈ മണ്ണിൽ ചരകപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭിഷഗ്വരന്മാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നവഭാരതം അതിൻ്റെ ഗുരുത്വം സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷങ്ങൾ കഴിഞ്ഞ ഈ ഒരു സമയത്ത് അതിൻ്റെ ഗുരുത്വം വീണ്ടെടുക്കുന്നതിനെ നമുക്ക് വളരെ വ്യക്തമായി വരച്ച് കാണിച്ചു തന്ന കോഴിക്കോട് തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമി ചെയർമാൻ ആദരണീയനായ ശ്രീ ആർ രാമാനന്ദ്ജിക്ക് ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പേരിലുള്ള അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ MR ജഗൻമോഹൻ ദാസ് അവറുകളാണ്. അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ ഈ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ 110ാമത് ഹിന്ദുമത പരിഷത്തിൻ്റെ ഈ സായം സന്ധിയിലെ വേദിയിൽ അഗൈതവുമായ കൃതജ്ഞത ഹിന്ദുമത മഹാമണ്ഡലത്തിന് വേണ്ടിയും എല്ലാ സജ്ജനങ്ങൾക്ക് വേണ്ടിയും അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പ്രഭാഷണം ശ്രവിക്കുവാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും ലോകമെമ്പാടും ഓൺലൈനിലൂടെ ഇത് ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെയും ഇവിടെ ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും പേരിൽ അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു. നമസ്തേ.